ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യേശുക്രിസ്തു പഠിപ്പിച്ച 38 കൽപ്പനകളെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇപ്രാവശ്യം അതിൽ നിന്ന് ഒരു കൽപ്പന, ഏകദേശം എനിക്കൊന്ന് 35-ാമത്തെ ആയിട്ട് വായിച്ച കൽപ്പനയാണ്. നനയാത്ത നാഴികളിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ബ്ലെസ്സഡ് ഹോപ്പാണ്. അതായത് ആദ്യത്തെ വരവിൽ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാവായിട്ട് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് യെരുശലേമിൽ വന്ന് ക്രൂശാരോഹണം കഴിഞ്ഞ് നമ്മുടെ വിശ്വസിക്കുന്നവർക്കെല്ലാം പാപമോചനത്തിനായിട്ട് വന്നു. രണ്ടാമത്തെ വരവ് രക്ഷിതാവായിട്ട് വരുമെന്നാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ബൈബിൾ നമ്മളോട് പറയുന്നത്. ഇതെന്താണ്, ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പരിശോധിച്ച് നോക്കണമെന്ന് ഈ സെഷനിൽ താല്പര്യപ്പെടുന്നു. പലർക്കും ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണിത്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഇത് നമുക്കറിയാം, ലോകമുള്ള കാലം യേശുക്രിസ്തുവിന് വന്നു പോയ അന്ന് മുതൽ തന്നെ ഇത് കേൾക്കുന്നതാണ്. ഇതിനെപ്പറ്റി ബൈബിളിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനേക ലോകാവസാനം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി പല കിംവദന്തികളും ഒക്കെ പറയുന്നതുകൊണ്ട് പലപ്പോഴും പലരും കൺഫ്യൂഷനാണ് ഈ സബ്ജക്റ്റിനെ പറ്റി. നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് പലപ്പോഴും നമുക്കറിയത്തില്ല. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിനകത്ത് പ്രവചനം എല്ലാം അവിടെ ഇവിടെ ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായ വല്ല അടയാളങ്ങളും യേശുക്രിസ്തു തന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അത് ലോകാവസാനമാണോ അതോ യേശുക്രിസ്തു വന്നു വെച്ച് ലോകം അവസാനിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇവിടെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം പ്രവചനമാണ്. പ്രവചനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ തുറക്കാതെ, യേശുക്രിസ്തു നമ്മുടെ ബുദ്ധിയെ തുറക്കാതെ പ്രവചനം മനസ്സിലാകുകയില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനൊരു ഉദാഹരണമായിട്ട് അനേക ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ യേശുക്രിസ്തു അവർക്ക് വിശ്വസിച്ചില്ല. യേശുക്രിസ്തുവില് തോമസും മറ്റും വിശ്വസിക്കാതെ യേശുക്രിസ്തു അവരെ തൊട്ടും ഒക്കെ വിശ്വസിച്ച് വെച്ച് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി യേശുക്രിസ്തു അവരുടെ ബുദ്ധിയെ തുറക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് വായിച്ചു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്താണ് തിരുവെഴുത്തുകൾ? സ്ക്രിപ്ചർ. അതായത് പഴയ നിയമത്തിലെ ബൈബിളിലെ യേശുക്രിസ്തുവിനെ പറ്റി അനേക പ്രവചനങ്ങളുണ്ടായിരുന്നു. ആ പ്രവചനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി യേശുക്രിസ്തു തന്നെ അവരുടെ ബുദ്ധിയെ തുറന്നു തരുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തിക്കകത്തും മറ്റും നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ബുദ്ധിയെ തുറന്നു തരുമ്പോഴാണ് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകുന്ന. ബുദ്ധിയെ തുറന്നു വരാൻ വേണ്ടി നമ്മൾ ദൈവത്തിനോട് ചോദിക്കുക. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയിലിരിക്കുക. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ നമുക്ക് തുടങ്ങാം. അതിന് ഈ ഭാഗം മൗണ്ട് ഒലിവിൽ ഇരുന്നപ്പോൾ, അതായത് ഒലിവുമലയിൽ ഇരുന്നപ്പോൾ യേശുക്രിസ്തു നടത്തിയ പ്രഭാഷണത്തിലാണ്. ഒലിവുമല പ്രഭാഷണം എന്നാണ് എന്ന് പറയുന്നത്. ഒലിവുമലയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ അതാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 24-25 മർക്കോസിന്റെ സുവിശേഷത്തിൽ 13 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 21 രേഖപ്പെടുത്തി. 3 സുവിശേഷങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് തുടങ്ങാം. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു അവരുടെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. ഏകദേശം 46 കൊല്ലം കൊണ്ട് പണിത പള്ളിയാണിത്. ഈ പള്ളിയുടെ കല്ല്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫോട്ടോ ആക്ച്വലി അതിന് 2000 കൊല്ലം മുന്നേ ഇടിഞ്ഞു കിടന്ന കല്ലുകളാണ് കാണുന്നത്. 24 അടി നീളവും അതുപോലെ ഏകദേശം 10 അടി വീതിയുമുള്ള കല്ലുകൾ കൊണ്ടാണ് ഈ പള്ളി പണിതത്. അപ്പൊ യേശുക്രിസ്തു അവരോട് പറയാണ്, ഇതെല്ലാം ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല. എല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന യേശുക്രിസ്തു പ്രവചിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാര് അത് കേട്ടിട്ട് അത്ഭുതം കൊണ്ട് ശിഷ്യന്മാര് അവിടുന്ന് മാറി ഒലിവുമല, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്കറിയാം. ഒലിവുമലയിൽ ചെന്നിരിക്കുമ്പോൾ 3 ശിഷ്യന്മാരാണ് ഒലിവുമലയിൽ ഇരുന്നപ്പോൾ ഇത് ചോദിച്ചതെന്ന് വേറൊരു വചനത്തെ നമുക്ക് വായിക്കാം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന്, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു. നമുക്ക് മനസ്സിലായി, കോൺടെക്സ്റ്റിൽ നിന്ന് മനസ്സിലായി. അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയത്തിന്റെ ഡിസ്ട്രക്ഷനെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത്
മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ സീക്വൻസ് ആണെന്ന് മനസ്സിലാക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വെൻ വിൽ ദാറ്റ് ഹാപ്പൻ, സൈൻ ഓഫ് യുവർ കമ്മിങ്. അതായത് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിലും അത് തന്നെയാണ്. വെൻ വിൽ ഇറ്റ് ദിസ് ഹാപ്പൻ, അതായത് യെരുശലേം ഡിസ്ട്രക്ഷൻ, സൈൻ ഓഫ് യുവർ കമ്മിങ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ മനസ്സിലായി ഇത് ആരൊക്കെയായിരുന്നു അവിടെ ഇരുന്നത്. പത്രോസ്, യാക്കോബ്, യോഹന്നാന്, അന്ത്രയോസ്, ഈ 3 പേരോട് ഇരിക്കുമ്പോഴാണ്, പ്രൈവറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനോട് ചോദിച്ചത്, വെൻ വിൽ ദീസ് തിങ്സ് ഹാപ്പൻ, വാട്ട് വിൽ ബി ദ സൈൻ. ഇവിടെ തന്നെ മനസ്സിലാവും, വെൻ വിൽ ദീസ് തിങ്സ് ഹാപ്പൻ ആൻഡ് വാട്ട് വിൽ ബി ദ സൈൻ. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. യേശുക്രിസ്തു ആ ചോദിച്ച ചോദ്യത്തിന് തന്നെ സീക്വൻസ് ആയിട്ടാണ് മറുപടി പറഞ്ഞത്. ഇതല്ലെങ്കിൽ നമ്മൾ മിക്സപ്പ് ആയിട്ട് നമ്മൾ ഓഫ് ട്രാക്ക് ആയി പോകും. നമ്മൾ തെറ്റായ പഠനത്തിലോട്ട് പോകാതിരിക്കാൻ ആദ്യം തന്നെ ഇവിടുന്ന് മനസ്സിലാക്കുക, യേശുക്രിസ്തുവിനോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ വെൻ വിൽ ദിസ് ഹാപ്പൻ, യെരുശലേം ഡിസ്ട്രക്ഷനെ പറ്റി ചോദിച്ചു. സൈൻ ഓഫ് യുവർ കമ്മിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഏജ്, 2 കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാവുന്ന സൈൻ ഓഫ് യുവർ കമ്മിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഏജ്, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് അടയാളമായിട്ട് എന്താണ് കൊടുത്തതെന്നും എൻഡ് ഓഫ് യുഗത്തിന്റെ അന്ത്യത്തിന്റെ അടയാളമായിട്ട് എന്ത് കൊടുത്തെന്നുള്ളത് നമുക്കിവിടെ പരിശോധിച്ച് നോക്കാം. യേശുക്രിസ്തു അതിന്റെ ആദ്യത്തെ കാര്യം സംസാരിച്ചത് മത്തായിയുടെ സുവിശേഷം 24ന്റെ 31 വരെയുള്ള ഭാഗങ്ങളിൽ യെരുശലേം ഡിസ്ട്രക്ഷനെ പറ്റി സംസാരിച്ചു. യെരുശലേം ഡിസ്ട്രക്ഷൻ നമുക്കറിയാം, AD 70 യെരുശലേം ഡിസ്ട്രക്ഷൻ ഉണ്ടായി. അതുപോലെ തന്നെ ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 കൂടെ മിക്സ് ചെയ്താണ് യേശു പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന യെരുശലേം ഡിസ്ട്രക്ഷൻ, 2ാമത് ഇനിയും വരാൻ പോകുന്ന അന്തിക്രിസ്തുവിന്റെ കയ്യാൽ വരാൻ പോകുന്ന ഒരു യെരുശലേം ഡിസ്ട്രക്ഷനെ പറ്റി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യ പ്രാവശ്യം, അതായത് AD 70 വരാൻ പോകുന്ന ഡിസ്ട്രക്ഷനെ പറ്റിയാണ് പറഞ്ഞതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അത് മത്തായിയുടെ സുവിശേഷം 31 വരെ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ ആ 2ാമത്തെ യെരുശലേം ഡിസ്ട്രക്ഷൻ, അതായത് വരാൻ പോകുന്ന യെരുശലേം ഡിസ്ട്രക്ഷന്റെ ശേഷം 3.5 കൊല്ലം കഴിയുമ്പോൾ യേശു ഈ ലോകത്ത് വരികയും ഒലിവുമലയിൽ അവന്റെ കാലുകൾ നിൽക്കുകയും ചെയ്യുക. ഇത് പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ച് ഇതാണ് 2ാമത്തെ വരവെന്ന് തെറ്റിദ്ധരിക്കും. ഇത് 2ാമത്തെ വരവല്ല. ആക്ച്വലി 2ാമത്തെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 24ന്റെ 32 മുതൽ, അതായത് അടയാളം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങുന്നത് മത്തായിയുടെ സുവിശേഷം 24ന്റെ 32 മുതൽ. ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴി ഓഫ് ട്രാക്ക് ആയിട്ട് പോകാതെ നമുക്ക് യേശുക്രിസ്തുവിന്റെ വരവിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ രക്ഷകനായിട്ട് വരുന്ന യേശുക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ പുറയിൽ കാണുന്നതാണ് അത്തിമരം. ഇത് പരിമല പള്ളിയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ എടുത്താണ് അത്തിമരം. അവിടെ അതിന്റെ ചുവട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തിക്കായാണ് കാണുന്നത്. ഇതാണ് അത്തിക്ക. ഇത് യെരുശലേമിൽ നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങെന്നൊക്കെ പറയുന്ന പോലെ ഒരുപക്ഷെ അത്തിയും ഒലിവും ഒക്കെ അവിടുത്തെ ഒരു വലിയ എല്ലായിടത്തും ഒരുപക്ഷെ ഉള്ള മരമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമുക്കറിയാം യേശുക്രിസ്തു എല്ലാം പാരബിൾസിൽ കൂടാണ്, അതായത് ഉപമകളിൽ കൂടാണ്. ഉപമകൾ കൂടാതെ ഒന്നും യേശുക്രിസ്തു സംസാരിച്ചില്ല. യേശുക്രിസ്തു പറഞ്ഞ എല്ലാ ഉപമകൾ കൂടാണെന്ന് നമുക്കറിയാം. എല്ലാ ഉപമകൾക്കും എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്നും നമുക്കറിയാം. ഞാനെല്ലാം പറഞ്ഞു പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി ഓരോന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഞാൻ കുറച്ച് ഉപമകൾ നിങ്ങൾക്ക് വേണ്ടി, അത് നിങ്ങൾ കമ്പ്യൂട്ടർ നിർത്തി നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. യേശുക്രിസ്തു പറഞ്ഞു, അത്തി തളിർക്കുന്ന നോക്കി ഒരു ഉപമ പഠിപ്പി. അത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പഴയ നിയമത്തിൽ അത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. യെരമ്യാ പ്രവചനം 8:10, ഞാൻ അവരെ സംഹരിച്ചു കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മുന്തിരിവള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകുകയില്ല, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകുകയില്ല, ഇലയും വാടിപ്പോവും, അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഇത് നമുക്കറിയാം, ആദ്യത്തെ എക്സൈലിന്റെ സമയത്തെ കാര്യമാണ് ഇത് പറയുന്നത്. അതായത് നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകില്ല, ഇലയും വാടിപ്പോവും, അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിർമ്മിച്ചു. ഇവിടെ ആക്രമിക്കുന്നത് അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തി മരത്തെ അല്ല ആക്രമിക്കുന്നത്, ഇസ്രായേലിലെ ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ കോണ്ടസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ വേറെ അനേകമുണ്ട്. ഞാനത് വേഗം പറഞ്ഞു പോവാണ്. യെരമ്യായുടെ 24:5, ഞാൻ ആ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. യഹൂദ മനുഷ്യരെ അത്തിപ്പഴമായിട്ട് കണ്ടു. ഇവിടെ അത് തന്നെയാണ്. യെരമ്യായുടെ 29:16 മുതൽ 17.
എത്രയും ആകാത്തതും തിന്നുകൂടാത്തതുമായ ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഇതെല്ലാം യെരുശലേമിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് അത്തിപ്പഴം. അപ്പൊ രാജ്യത്തെ അത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ജാതി എന്റെ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അത് എന്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിന്റെ മുഴുവനും തോലുരിച്ച് എറിഞ്ഞു കളഞ്ഞു. അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്റെ അത്തിവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ അവരാക്രമിച്ചു. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് വീണ്ടും അടുത്ത പ്രവചനം യോവേൽ പ്രവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് നമുക്കറിയാം, ബാബേൽ രാജാവ് വന്ന് ഇവരെ പിടിച്ചോണ്ട് പോയി. അന്നേരം അവര് ദൈവം പറഞ്ഞ അത്തിവൃക്ഷത്തെ എന്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. അതിന്റെ തോലുകൾ തോലൊരിച്ച് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അതിന്റെ കൊമ്പുകൾ വെളുത്തു പോയിരിക്കുന്നു. അതുപോലെ തന്നെ വേറെടുത്ത് നോക്കാം, സക്കറിയ പ്രവചനം. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നമുക്ക് നോക്കാം, ഈ അന്നാളിൽ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 140ഓളം സ്ഥലത്ത് അന്നാൾ എന്നുള്ളത് ബൈബിളിൽ കാണാൻ പറ്റും. ഇൻ ദാറ്റ് ഡേ, ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്, ഇൻ ദ ലേറ്റർ ഡേയ്സ്, ഇൻ ദ ടൈം ഓഫ് ദ എൻഡ്, ദ ഡേ ഓഫ് ദ ലോർഡ് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്തെ പറ്റിയാണെന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, അന്ത്യകാലത്ത് ഇസ്രായേൽ തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രവചനം ഓൾറെഡി ഉണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവചനം മുഴുവനും ഇസ്രായേലിന്റെ തിരിച്ചു വരവിനെ പറ്റിയാണ്. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ. ഇവിടെ നമുക്ക് ഈ കോണ്ടസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ഈ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇത് ഇസ്രായേലിലെ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന്റെ ഫോട്ടോയാണ്. ഇസ്രായേലിലെ അവര് ഇപ്പൊ അമേരിക്ക ഏകദേശം ലോകത്തെമ്പാടുമുള്ള ഇസ്രായേൽ ഏകദേശം 1 കോടിയിൽ മുകളിൽ ഇസ്രായേൽ ജനമുണ്ട്, യഹൂദൻ ജനമുണ്ട്. പക്ഷെ അതിനകത്ത് ഏകദേശം 66 ലക്ഷം ജനം ഓൾറെഡി ഇസ്രായേലിൽ തിരിച്ചു വന്നു. ഇനിയും മേജർ ആയിട്ടുള്ളത് അമേരിക്കയിലും മറ്റുമാണ്. അപ്പൊ അവര് ഇപ്പൊ നമുക്കറിയാം, ആന്റി സെമിറ്റിസം ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുക. യഹൂദനെ ഉപദ്രവിക്കുക എന്നുള്ളത് സാത്താന്റെ പദ്ധതിയാണ്. അപ്പൊ അവര് പല ജനങ്ങളെ പ്രേരിപ്പിച്ച് സാത്താൻ യഹൂദനെ ഉപദ്രവിക്കുമ്പോൾ ഈ യഹൂദനെല്ലാം തിരിച്ച് പതുക്കെ ഓരോന്നോരോന്നരായിട്ട് ഇസ്രായേലിലോട്ട് തിരിച്ചു വരുന്നതിന്റെ സീനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയിൽ അത്തിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അത്തിവൃക്ഷത്തിന്റെ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. വളരെ വ്യക്തമായ വചനമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലാണെന്നുള്ളത്. അതുപോലെ തന്നെ യേശുക്രിസ്തു തന്നെ ഇത് പലപ്പോഴായിട്ട് എടുത്തു പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 13. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്ത് നിഷ്ഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവെ, ഞാൻ അതിന് ചുറ്റും കിളച്ച വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ആരാണ് 3 കൊല്ലമായിട്ട് ഇസ്രായേലില് അത്തിയുടെ ചുറ്റും നടന്നത്? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു 3 വർഷം തന്റെ ഇഹലോകവാസത്തിൽ 3 വർഷം യേശുക്രിസ്തു ടീച്ചിങ്ങും ഒക്കെ ആയിട്ട് നടന്നു. അപ്പൊ ഈ അത്തിവൃക്ഷത്തിന് പറയുന്നത് ഇസ്രായേലിനെ പറ്റിയാണ്. അപ്പൊ ഇസ്രായേലില് അവിടെ കായ്ച്ചില്ലെങ്കിൽ, അതായത് ഇസ്രായേലിനെ കൊണ്ട് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ദൈവം ഉദ്ദേശിച്ചിരുന്നത്? ലോകത്തിന്റെ എമ്പാടും ഇസ്രായേലിനെ ലോകത്തിന്റെ മധ്യത്തായിട്ട് സ്ഥാപിച്ചിരുന്നത് തന്നെ എല്ലാവർക്കും സുവിശേഷം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് യഹൂദന്റെ ജോലിയായിട്ടായിരുന്നു ദൈവം ഇത് ചെയ്തത്. പക്ഷെ ഫലം കായ്ച്ചില്ല. അപ്പം ദൈവം അത് പാരബിളിൽ കൂടെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, യേശുക്രിസ്തു ഒരു അത്തിമരവുമായിട്ടുള്ള വേറൊരു സന്ദർഭമുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. യേശുക്രിസ്തു വിശന്നിരുന്നപ്പോൾ ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോട് ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. ഒന്ന് ചിന്തിച്ചു ചോദിക്കുക, എന്താണ് ദൈവത്തിനെല്ലാം മുന്നമേ അറിയാവുന്ന ദൈവം എന്തിനാണ് അത്തിവൃക്ഷത്തിന്റെ കാലമല്ലായിരുന്നിട്ട് പോലും അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം കിട്ടിയില്ല എന്നപ്പോൾ അത്തിവൃക്ഷത്തെ ശപിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. അതും ദൈവം. നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോൾ അല്ലെ ഒരു ചക്കയോ ഒരു പ്ലാവോ അല്ലെങ്കിൽ ഒരു പേരയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിന് ഫലമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും എന്നെ ശപിക്കുമോ? ഇത് പല യഹൂദന്മാരും ഒക്കെ ഇത് ഡിബേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതെല്ലാം ദൈവം ഇത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാകേണ്ടവർക്ക് മനച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ദൈവം ഇത് സിംബോളിക്കലി ശപിച്ചത് ആരെയാണ്? ഇസ്രായേലിനെയാണ് ശപിച്ചത്. രാവിലെ അവർ പടന്നു വരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. പക്ഷെ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ ഡ്രൈഡ് അപ്പ് ഫ്രം ദ റൂട്ട്സ് എന്നാണ് ആക്ച്വലി. അതായത് ഈ മരം
മുകളിൽ നിന്ന് കരിഞ്ഞു പോയെങ്കിലും ഇതിന്റെ വേരുകൾ നിലനിൽക്കുമെന്നുള്ള യെശയ്യാ പ്രവചനത്തിനകത്തൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു ക്രൂശ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ആൾക്കാർ കരയുന്നത് കണ്ടുകൊണ്ട് യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. യേശു തിരിഞ്ഞു അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ള എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുകൾ ഞങ്ങളോട് മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളോട് മൂടുവിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന കാലം. ഇതേ സെന്റൻസ് അതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിനകത്തുമുണ്ട്. അതായത് 7 കൊല്ലത്തെ മഹോദരവകാലത്തിനകത്താണ് അന്ന് മരണത്തെ അന്വേഷിച്ച് നടക്കുന്ന സമയം വരും. അപ്പം പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയൻ എന്ത് ഭവിക്കുമെന്ന് എന്താണ് ഈ പച്ചമരം? അത്തിമരമാണ്. അതായത് യേശുക്രിസ്തു അവിടെ ഇരിക്കെ ഇവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഇനി ഈ മരം ഉണങ്ങിപ്പോകുമ്പോൾ, അതായത് നമ്മൾ ഇവിടെ കണ്ടു, യേശുക്രിസ്തു ഈ മരത്തിനെ ശപിക്കുന്നു. അത് കഴിഞ്ഞ് യേശുക്രിസ്തു ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഭവിക്കും? അപ്പൊ ഇതിന്റെ ഭാഗികമായ നിവൃത്തി AD 70 നടന്നു. അതായത് ഏകദേശം 11 ലക്ഷം യഹൂദനെ ടീത്തോസിന്റെ നേതൃത്വത്തിൽ വന്ന റോമൻ സൈന്യങ്ങൾ കൊന്ന് അവരുടെ പള്ളിയെല്ലാം നശിപ്പിച്ചതായിട്ട് നമുക്ക് അറിയാം. ഇത് തന്നെ വീണ്ടും രണ്ടാമത് ഒരിക്കൽ കൂടെ സംഭവിക്കും അന്തിക്രിസ്തുവിന്റെ കാലത്ത്. അപ്പൊ ഇത് 2 പ്രവചനം കൊണ്ട് മിക്സപ്പ് ചെയ്തതാണ് യേശുക്രിസ്തു ഇത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വരാൻ പോകുന്ന കഷ്ടത്തേക്ക്. അപ്പം പച്ചമരത്തെ ഇങ്ങനെ, അതായത് യേശുക്രിസ്തു അവിടെ ഇരിക്കുക, അത് അതായത് ഇസ്രായേലിൽ പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നിങ്ങളെ ആര് കാക്കുമെന്നുള്ളതാണ് യേശുക്രിസ്തു പറയുന്നത്. അത് തന്നെ മുമ്പേ പറഞ്ഞു, ഇത് ഡ്രൈഡ് അപ്പ് ഫ്രം ദ റൂട്ട്സ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വേറെ നമുക്ക് യെശയ്യാ പ്രവചനത്തിനകത്ത് കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനായി ഇരയായി തീരും. എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അവിടെ കുറ്റി ശേഷിച്ചിരിക്കുന്ന പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. അതായത് ഇത് ഇസ്രായേലിനെ ശപിക്കുന്നതിന്റെ ഇതാണ്. യെശയ്യാ പ്രവചനോട് ഇവരോട് ശപിക്കാൻ പറയും. അപ്പൊ ആ ശാപം എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് പറയുന്നതാണ്, അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ച, അതായത് നമുക്കറിയാം കഴിഞ്ഞ 2000 കൊല്ലം യഹൂദൻ ഏറ്റ പീഡകൾ പോലെ ലോകത്ത് ആരും പീഡിപ്പിച്ചിട്ടില്ല. അത് ദൈവം അവരെ ശപിച്ച് പറഞ്ഞു വിടുകയാണ്. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തുനിന്ന് ഇറക്കി വിട്ട് അവർ തിരിച്ചു വരുന്ന ഏകദേശം 107 രാജ്യങ്ങളിൽ നിന്നാണ്. നമുക്കറിയാം നമ്മുടെ ഈ തലമുറയിൽ തന്നെയാണ് ഏറ്റവും വലിയ പീഡനം നടന്നത്. അതായത് ഹോളോകോസ്റ്റ്, ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെയാണ് ഹോളോകോസ്റ്റിൽ കൊന്നടിക്കത്. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇവർ ഒരു ദശാംശമെങ്കിലും ശേഷിച്ച് അത് വീണ്ടും നാശത്തിന്. അങ്ങനെ പല ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികളാണ് ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഹിറ്റ്ലർ ക്രിസ്ത്യാനിയായിരുന്നു. ഹിറ്റ്ലർ ഇവരെ അവിടുന്ന് എല്ലായിടത്തുനിന്ന് ഇവരെ ചാടിച്ച് യൂറോപ്പിലും ഒരുപാട് ലോകത്തിലുണ്ടായിരുന്ന യഹൂദന്മാരെ കൊന്നൊടുക്കുകയായിരുന്നു. യഹൂദനെ ഉപദ്രവിക്കാത്ത ഒരേ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യം ഇന്ത്യ മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ അതിന് സാക്ഷികളാണ്. നമ്മളിന്ന് കൊച്ചിയിലൊക്കെ യഹൂദ പള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് മിക്കവാറും ആൾക്കാരൊക്കെ തിരിച്ചുപോയി. കൽക്കട്ടയിലുണ്ടായിരുന്നു. ഈവൻ ബോംബെയിൽ അലിബാഗിന്റെ ഏകദേശം 50,000 യഹൂദന്മാരുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പേപ്പർ നമ്മൾ വായിച്ചു. മണിപ്പൂരിലുണ്ടായിരുന്ന കുറെ യഹൂദന്മാരും എല്ലാം തിരിച്ചുപോയി. അന്ത്യകാലത്ത് ഇവർ തിരിച്ചു വരിക എന്നുള്ളത് ഇവരുടെ ബ്ലഡിനകത്തുള്ള, ദൈവം തന്നെ ഇവരോട് പറഞ്ഞിട്ടുള്ള, ഇവർ തിരിച്ചു വരുന്നത് അവർ ആ പ്രത്യാശയിലാണ് ഇന്ന് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളിച്ചത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടെങ്കിലും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കാതെ ചെയ്യാതെ ഇരിക്കേണ്ടത് നീ അവരുടെ ഹൃദയം തടുപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുക, അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ദൈവം യഹൂദന്റെ ധാർഷ്ട്യം കൊണ്ട് യഹൂദനെ ശപിക്കുകയാണ് ചെയ്യുന്നത് ഫൈനലി. അതായത് ഇവരുടെ ഇടയിലോട്ട് ഇവരുടെ ദൈവം നേരിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവർക്ക് കണ്ണുണ്ടെങ്കിലും കാണുകയില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുകയില്ല. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും, ദൈവം ഇത്ര കഴിവുള്ള മനുഷ്യനാണ്, എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടുകാർ തള്ളിപ്പറയുന്നത്? അതിന്റെ ഉത്തരം ഇവിടെ മനസ്സിലാക്കിയോണം. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടത് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുക. അതാണ് ഇവരുടെ തടിച്ച ഹൃദയമായപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. യേശുക്രിസ്തു ഇവർ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലാകാൻ മേലാത്ത പോലെ ഇവരുടെ കണ്ണുകളെ അടച്ചു കളയാണ്. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോടുകൂടെ പന്തിരുവരുമായ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കണം. അവർ കണ്ടിട്ട് അറിയാതിരിക്കാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കാനും സംഗതി വരും. ഇത് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഉപമകളിൽ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതാണ്,
നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മം, അതെന്താണ് മർമ്മത്തിന്റെ മീനിങ്? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ള യഹൂദജനത്തിന് മർമ്മം മനസ്സിലാക്കാൻ വരം ലഭിച്ചിട്ടില്ല. ഇത് യേശുക്രിസ്തു ഇവിടെ വന്ന് പറഞ്ഞു. ഇത് യശയാപ്രവചനത്തിനകത്തെ കാര്യം നിവർത്തി വരുത്തുകയായിരുന്നു യേശുക്രിസ്തു ഇവിടെ വന്ന് ചെയ്തത്. അതിന് ഉദാഹരണമായിട്ട് യേശുക്രിസ്തു കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നതിനകത്ത് പറയുന്നുണ്ട്. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ട് അവന്റെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനെ, അവൻ ആറാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു. ഈ കുരുടൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിനെ ജാതികളെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുക. അതായത് ദൈവത്തെ ഒരിക്കലും അറിയാത്ത ഒരു ജാതിയിൽ നിന്ന് ഒരു ജനത്തെ ദൈവം എടുക്കുമെന്നുള്ളത് മുന്നമേ പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നത് യഹൂദനോട് സുവിശേഷം അറിയിക്കാനും ഒക്കെയാണ് യേശുക്രിസ്തു വന്നത്. പക്ഷെ യഹൂദൻ അത് കൈക്കൊള്ളാത്തപ്പോൾ അത് ജാതികളുടെ ഇടയിലോട്ട് ആ സുവിശേഷം പിന്നീട് പോയി. അതെല്ലാം ദൈവത്തിന്റെ മുൻകൂട്ടിയുള്ള പദ്ധതിയായിരുന്നു. അപ്പൊ യഹൂദൻ ഇത് കാണാത്തവർ എന്താണ്, യേശുക്രിസ്തുവിനെ ഒരു കാലത്തും അറിയാതെ കല്ലുകളെയും മരങ്ങളെയും പശുവിനെയും പാമ്പിനെയും ഒക്കെ സേവിച്ചിരുന്ന മനുഷ്യർ കാണാത്തവർ കാണുവാനിടയാ. അതാണ് കുരുടൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം യഹൂദൻ കണ്ണുണ്ടായിട്ട്, അതായത് യഹൂദൻ എന്നറിയാം അന്നത്തെ തിരുമേനിമാരും അവരുടെ മേൽപ്പെട്ടക്കാരും ഒക്കെ യേശുക്രിസ്തുവിനെ അങ്ങ് തള്ളി പറയുക. സാധാരണ വെറും പാവപ്പെട്ട കുറച്ച് മനുഷ്യർക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിച്ചുള്ളൂ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പാരബിളിൽ സംസാരിച്ചെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ അത്തി എന്നുള്ളത് ഇസ്രായേലിനെ പറ്റിയാണെന്നും ഉള്ളത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്തിയെ നോക്കി ഒരുമ ഓടിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുള്ളൂ. അതായത് യേശുക്രിസ്തു പറഞ്ഞു, ഇസ്രായേലിനെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതായി, അതായത് ഇസ്രായേൽ രാജ്യം തിരിച്ചു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് മനസ്സിലായി, അതായത് എന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെയാണെന്ന് അറിഞ്ഞുള്ളൂ. ഇത് 1948 മെയ് 16 പേപ്പറാണിത്. മെയ് 14 രാത്രി ഏകദേശം 11 മണിക്കാണ് ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ പേപ്പറിനകത്ത് നോക്കി കഴിയുക ഉടനെ തന്നെ ഈജിപ്തിന്റെ എയർഫോഴ്സ് ഇവരെ യുദ്ധത്തിന് വരുന്നതും ടെലവീവ് ബോംബ് ചെയ്തതും 9 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇവരെ റെക്കഗ്നൈസ് ചെയ്ത്, യു.എസ്. സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെ ഇവർ ഏകദേശം 1.5 കൊല്ലത്തോളം ഇവര് യുദ്ധമായിരുന്നു. ആദ്യത്തെ അവരുടെ പ്രൈം മിനിസ്റ്ററാണ് ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണിത്. ഇതെല്ലാം ദൈവത്തിന്റെ മുന്നമേ എഴുതി വെച്ചിരുന്ന പദ്ധതികളാണ്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. ആക്ച്വലി ഇത് ചിലർ പറയും ഇത് ഇസ്രായേലിനെ ബാബിലോണിൽ തിരിച്ചു വന്ന ആണെന്നൊക്കെ പറയും. പക്ഷെ അത് വ്യക്തമായിട്ട് ദൈവം അതിന് മനസ്സിലാകാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു 1-2 സെന്റൻസ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് ശേഷിപ്പിച്ചിരുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും അസിറിയ, ലോവർ ഈജിപ്റ്റ്, അപ്പർ ഈജിപ്റ്റ്, കുഷ് ഫ്രം ഇലാം ആൻഡ് ബാബിലോണിയ ഫ്രം ഹമാത്ത്, ഐലൻഡ്സ് ഓഫ് മെഡിറ്ററേനിയൻ. അതായത് നമുക്കറിയാം ആദ്യത്തെ എക്സൈൽ എന്ന് പറഞ്ഞാൽ ബാബിലോണിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇത് വേറെ പല രാജ്യങ്ങളിൽ നിന്ന് ശേഷിക്കാതും രണ്ടാമത് കൈ നീട്ടുമെന്ന് എഴുതിയിരിക്കുന്നു. വായിക്കാം. ഹമാത്തിൽ സമുദ്രങ്ങൾ ദ്വീപെന്ന് വീണ്ടുകൊള്ളുവൻ 2ാം പ്രാവശ്യം കൈനീട്ടും. ആദ്യത്തെ പ്രാവശ്യം കൈനീട്ടിയത് വേറെയാണ്, ഇത് 2ാമത്തെ പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ പുരുഷന്മാരെ ചേർക്കുകയും യഹൂദയെ ചിതറിപ്പോയവരുടെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. യഹൂദയിൽ ചിതറിപ്പോയിരിക്കുന്നവരെ തിരിച്ചു കൂട്ടിയിരിക്കുന്നതിന് ജാതികൾക്കൊരു കൊടി ഉയർത്തി. കൊടി എന്നുള്ളത് ഇംഗ്ലീഷ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബാനർ. എന്താണ് ബാനർ ഉയർത്തുന്നതിന്റെ ഉദ്ദേശം? അതൊരു മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിനല്ല ഈ മെസ്സേജ്, ഇത് ജാതികൾക്ക്, അതായത് ഈ മെസ്സേജ് ആയിട്ട് നിൽക്കുന്ന ഇസ്രായേലിനാണ്. പക്ഷെ ഇസ്രായേലിന് ഇത് ഒരു പക്ഷേ ഇത് മനസ്സിലാകുകയില്ല. ഇത് ജാതികൾക്ക്, അതായത് മറ്റുള്ള ആൾക്കാർക്ക്, ഇസ്രായേലിൽ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇതൊരു മെസ്സേജ് ആയിട്ടാണ് ദൈവം ഇതിനെ ഉയർത്തിയിരിക്കുന്നത്. യശയ്യാപ്രവചനം 2500 കൊല്ലം മുന്നേ എഴുതി വെച്ചിരിക്കുന്നു. നമ്മൾ പലപ്പോഴും വായിച്ചു പോകുന്ന ചില സങ്കീർത്തനത്തിൽ നിന്നും ഇത് മനസ്സിലാകും. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ സമയം വന്നിരിക്കുന്നു. അതായത് ഇസ്രായേലിനോട് കൃപ കാണിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവരുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആണ്. ഫോർ ദ ലോർഡ് വിൽ റീബിൽഡ് സയൺ ആൻഡ് അപ്പിയർ ഇൻ ഹിസ് ഗ്ലോറി. അതായത് യെരുശലേമിനെ പണിയുക എന്നുള്ളതാണ് ആദ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹത്വ പ്രത്യക്ഷത. ഇപ്പൊ നമുക്കറിയാം സയൺ ഓൾറെഡി ഇസ്രായേൽ
മന്ദിരം പണിയുന്നതിന് മുന്നേ ഉള്ള എല്ലാ പരിപാടികളും അവർ ഇത് 65 കൊല്ലമായിട്ട് അവരുടെ രാജ്യം ഓൾറെഡി ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ യേശുക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷത വരിക എന്നുള്ളത് വചനത്തിൽ നിന്ന് അനേക ഇടത്തുനിന്ന് കാണിക്കാൻ പറ്റും. നമുക്ക് തിരിച്ച് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ച് മുന്നോട്ട് പറയുകയാണ്. യേശുക്രിസ്തു പറയുന്നത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? നോഹയുടെ കാലത്ത് നോഹ പെട്ടകം പണിതു. ദൈവം നോഹയോട് കൽപ്പിച്ചു, നീ പെട്ടകത്തിൽ കയറിക്കോ, നിന്റെ കൂടെ കുറെ മൃഗങ്ങളും പക്ഷികളും എല്ലാം കയറും, ലോകത്ത് മഴ പെയ്ത് ന്യായവിധി വരും. നോഹ ഓരോരുത്തരെയായിട്ട് 120 കൊല്ലം കൊണ്ട് നോഹ പെട്ടകം പണിത് പെട്ടകത്തിനകത്ത് കയറി. അപ്പൊ നോഹ എന്ത് ചെയ്തു? നോഹ ഞാൻ വായിക്കാം. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. ജലപ്രളയം വന്നു, എല്ലാവരും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെ ആകും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. അതായത് ആരും അറിയത്തില്ല. ജലപ്രളയത്തിന് മുമ്പ് കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അതായത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. അതായത് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും കഴിഞ്ഞു പോകുന്ന ഒരു കാലത്ത്, അതായത് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം അവധിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 11 ദിവസം കല്യാണങ്ങളാണ്. വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും അങ്ങനെ എല്ലാ ലോകത്തിന്റെ സുഖങ്ങളിലും ഇങ്ങനെ പോകുന്ന ഒരു സമയത്താണ് യേശുക്രിസ്തുവിന്റെ വരവെന്നുള്ള വചനം വളരെ വ്യക്തമാണ്. നമ്മൾ ഒരുമാതിരിപ്പെട്ടവരാരും ഇതാ യേശുക്രിസ്തു വന്നതും പോയതും ഒന്നും ഒരുമാതിരിപ്പെട്ടവരാരും അറിയത്തില്ല. അതുപോലെ തന്നെ നോഹയുടെ കാലത്ത് സംഭവിച്ച എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനം ഇവിടെ ആവശ്യമാണ്. നമുക്കറിയാം നോഹയുടെ കാലത്തെ പറ്റി എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നൗ ദ എർത്ത് വാസ് കറപ്റ്റ് ഗോഡ് സൈഡ് ആൻഡ് വാസ് ഫുൾ ഓഫ് വയലൻസ്. നമുക്കറിയാം ഇന്ന് മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ് കറപ്ഷൻ ആൻഡ് വയലൻസ്. അതുപോലെ തന്നെ സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. അതായത് ദൈവത്തിൽ നിന്ന് മാറി സ്വന്തം വഴി തെരഞ്ഞെടുത്ത ഒരു സമയത്താണ് ദൈവം ഇതുപോലെ ഭൂമിയിൽ ന്യായവിധി ചെയ്തത്. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ഇന്ന് സംഭവിക്കുന്നത് തന്നെ വിക്കഡ്നെസ് ആൻഡ് ഈവൽ തോട്ട്സ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റും എന്തുമാത്രം ദുഷ്ടത കഴിഞ്ഞ ഒരു 20-25 കൊല്ലം കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി, എന്തുമാത്രം ദുഷ്ടത പെരുകി. ഇന്നാണെങ്കിൽ എത്ര കൊച്ചു കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. ഇങ്ങനെ ദുഷ്ടത പെരുകുന്ന ഒരു കാലം. അത് ഉദാഹരണമായിട്ട് ദൈവം അവിടെ ഒരു ലാമക്കിന്റെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെയൂഹേനെ ജനിപ്പിച്ചു. മെയൂഹേൽ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവന് സില്ല എന്നും പേർ. ആദ യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്നു പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കായിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കായിന്റെ പെങ്ങൾ നയമ. ലാമക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പീൻ. ലാമക്കിന്റെ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്തിനാണ് ഈ വേദഭാഗങ്ങളൊക്കെ അവിടെ അടയാളപ്പെടുത്തിയത്? പിന്നീട് ലാമക്കിനെ പറ്റി അങ്ങനെ പറഞ്ഞൊന്നും ബൈബിൾ കേട്ടതായിട്ട് ഓർക്കുന്നില്ല. എന്തിനാണ് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ കാലത്ത് നടന്ന ദുഷ്ടത എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് മനസ്സിലാകാം. ലാമക്കിന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആദം യാബേലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക് പശുപാലകർക്കും പിതാവായി തീർന്നു. ഇത് ലാമക്കിന്റെ ഒരു മകനെ പറ്റിയാണ്. വേറൊരു മകനെ പറ്റി എഴുതിയിരിക്കുന്നത്, അവന്റെ സഹോദരൻ യൂബാൽ എന്നും പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. അതായത് ചെറിയ ബിസിനസ് ഒക്കെ പതുക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സമയമാണ്. സില്ല തൂബൽക്കായനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടോ ഇരുമ്പായുധം കൊണ്ടോ ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. അതുപോലെ തന്നെ ലാമക്കാണ് ആദ്യം 2 ഭാര്യമാരുണ്ടായിരുന്ന ഒരു മനുഷ്യനെ പറ്റി ബൈബിളിൽ അടയാളപ്പെട്ടിരിക്കുന്നത് ലാമക്കിനെയാണ്. ലാമക്കിന്റെ ആ വാചകങ്ങൾ, ഭാര്യമാരോട് സംസാരിക്കുന്ന വാചകങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് പരിശോധിച്ചു. എന്റെ വാക്ക് കേൾപ്പിൽ ലാമക്കിന്റെ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്താണിത്? അഹങ്കാരത്തിന്റെ വർത്തമാനം അല്ലെ? അതുപോലെ തന്നെ പൈസ ഒക്കെ അങ്ങോട്ട് പതുക്കെ ആയി വരുന്ന സമയം. ഇതൊക്കെ
എന്താണ് പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ കാലത്ത് സംഭവിച്ച എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. അതുപോലെ ദൈവം നമുക്കറിയാം ലോത്തിന്റെ കാലത്ത് സംഭവിച്ച ഒക്കെ നമുക്കറിയാം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം, ഇത് വേറൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മുന്നോടിയായിട്ട് പറയാണ്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം എഴുതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തോ നാശം വരുന്നതിന് മുമ്പേ തന്റെ ദാസന്മാർക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ എന്താ സംഭവിച്ചത്? നോഹയുടെ കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. ദൈവം എന്ത് പറഞ്ഞു? ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹയോട് പറഞ്ഞു, നാട്ടുകാരോടെല്ലാം പോയി പറയാൻ പറഞ്ഞു. അപ്പം 2 പത്രോസിനകത്ത് പത്രോസ് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന കാലത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുക. അതായത് നോഹ നീതി പ്രസംഗിയായിരുന്നു. നോഹ എന്താ ചെയ്തത്? ലോകത്തുള്ളവരോടെല്ലാം പോയി ഇത് പറയുകയാണ്. ലോകത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ചുറ്റുമുള്ള, കനാൻ ദേശത്തിന് ചുറ്റുമുള്ള ഏഷ്യ, മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളാണ് അന്നത്തെ ലോകം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് നോഹ എല്ലാവരോടും പറയുകയാണ് ദൈവം മഴ പെയ്യിക്കും. അപ്പൊ അതിന് മുന്നേ മഴ പെയ്തതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. അപ്പൊ നമുക്ക് കണ്ട ഫോട്ടോയ്ക്കകത്ത് കാണാം പല ആൾക്കാരും എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്തത്. പലരും സംശയത്തോട്, പലരും തമാശയായിട്ട്, പലരും എഴുതി തള്ളി പറയുകയാണ്. നോഹ അവിടെ പെട്ടകം പണിയുന്നൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹാനോക്കിനെ പറ്റി നമുക്കറിയാം. ഹാനോക്ക് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുശലേമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം ഹാനോക്ക് ദൈവം എടുക്കപ്പെടുകയാണ് ചെയ്തത്. അതായത് ഈ ഹാനോക്ക് എന്ന് പറയുന്ന മോശയുടെ അപ്പന്റെ വല്യപ്പനാണ്. ഹാനോക്കിനെ ജലപ്രളയത്തിന് മുൻപേ തന്നെ ഹാനോക്കിനെ ഇവിടുന്ന് എടുക്കപ്പെട്ടു. മെതുശലേം അപ്പൊ നമ്മൾ ഓർക്ക് എന്താണ് മെതുശലേമിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 കൊല്ലം ദൈവത്തോടുകൂടെ നടന്നു. എന്താണ് മെതുശലേമിന്റെ ജനിപ്പിച്ച ശേഷം എന്തുകൊണ്ടാണ് 300 കൊല്ലം കൂടെ നടന്നെന്ന് എഴുതിയിരിക്കുന്നത്? മെതുശലേമിന്റെ പേരിന്റെ മീനിങ് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. എല്ലാ പേരിനും ഓരോ മീനിങ് ഉണ്ട്. സേത്ത് അപ്പോയിന്റഡ് എന്നാണ് സേത്തിന്റെ പേര്. ആദം എന്നുള്ളത് മേൻ, ഈനോഷ് മോർട്ടൽ, കേനൻ സോറോ, മെഹലാൽ ദ ബ്ലസ്സഡ് ഗോഡ്, ജറേദ് ഷാൽ കം ഡൗൺ, ഇനോക് ടീച്ചിങ്. മെതുശലേം എന്നുള്ള പേരിന്റെ മീനിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് ജഡ്ജ്മെന്റ് എന്നാണ് ഈ മെതുശലേമിന്റെ പേരിന്റെ മീനിങ്. അതായത് പിന്നീട് ഒന്നുകൂടെ നോക്കാം. ലാമക്കിന്റെ മീനിങ് ദ ഡെസ്പെരി, അതായത് ഹോപ്പ്ലെസ് ആയിട്ടുള്ള, ഹോപ്പ്ലെസ്. നോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീഫ്. ആദ്യത്തെ 7 പേരുകളുടെ മീനിങ് ആണ്. അപ്പൊ ഈ മീനിങ് തന്നെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് കണ്ട ക്യാപിറ്റൽ ആയിട്ടുള്ള ഇത് വായിച്ചു നോക്കാം. മേൻ അപ്പോയിന്റഡ് മോർട്ടൽ സോറോ, ദ ബ്ലസ്ഡ് ഗോഡ് ഷാൽ കം ഡൗൺ, ടീച്ചിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് ഹോപ്പ്ലെസ് റിലീഫ്. അതായത് ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് റിലീഫ് കിട്ടും. യേശുക്രിസ്തുവിനെ പറ്റി ഈ 7 പേരുടെ പേരുകളിൽ തന്നെ ദൈവം വരച്ചിട്ട്, ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ഭാവനയെ തോന്നിയതല്ല, ഇത് യഹൂദൻ തന്നെ കണ്ടുപിടിച്ചതാണിത്. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് തിരിച്ചു വരാം. മെതുശലേമിന്റെ പേരിന്റെ മീനിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് ജഡ്ജ്മെന്റ്. അതായത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് 65 വയസ്സായപ്പം ഹാനോക്കിനോട് ദൈവം പറഞ്ഞു, നിനക്കുണ്ടാകുന്ന മകൻ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മകൻ മരിക്കുമ്പോൾ ലോകത്ത് ഞാൻ ന്യായവിധി അയക്കുമെന്ന് ഹാനോക്കിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയി. അതുപോലെ തന്നെ നമുക്ക് ഹാനോക്കിനെ പറ്റിയും യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. ഹാനോക്കും ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളത് യൂദായുടെ ലേഖനത്തിൽ വായിച്ചാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാം. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചു. അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണെന്ന് തോന്നുന്നു. ഹാനോക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഹാനോക്ക് ഇതിനെപ്പറ്റി പ്രവചിച്ചു. ഹാനോക്കിന്റെ പ്രവചനത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, പക്ഷെ അത് നമ്മുടെ ബൈബിളിലില്ല. അത് വേണം ഇന്റർനെറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വായിക്കാം. ഇത് വെളിപാട് പുസ്തകം പോലെ തന്നെയാണ് അതും എഴുതിയിരിക്കുന്നത്. ഹാനോക്ക് പ്രവചിച്ചു, നോഹ പ്രവചിച്ചു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാലം സംഭവിച്ചത്. സൈൻ ഓഫ് ജഡ്ജ്മെന്റ്. അതായത് നോഹ ഒരു ആർക്ക് പണിയുന്നുണ്ടായിരുന്നു അല്ലെ? നോഹ പെട്ടകം പണിയുന്നത് അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക്, ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അവർ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഹാനോക്കും ഒരു
പ്രവാചകന്മാരായിരുന്നു. അവര് ദൈവവചനമൊക്കെ ഇവിടെ സംസാരിച്ചു, പക്ഷെ ആരും കേട്ടില്ല. അതുപോലെ തന്നെ 120 കൊല്ലം ഞാൻ ഇവരോട് കൂടെ ഇരിക്കും, അതിൽ കൂടുതൽ ഞാൻ ഇവരെ സഹിക്കത്തില്ല, ഞാനിവിടെ ന്യായവിധി അയക്കുമെന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 6:3 തന്നെ ദൈവം തന്നെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ ഒരു ദിവസം ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി, അതായത് റാപ്ചർ ചെയ്യിക്കപ്പെട്ടു ഹാനോക്ക്. മെഥുശലേമിന് പ്രായമായി വന്നു. നമുക്കറിയാം ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യൻ എനിക്ക് 969 സംവത്സരം ജീവിച്ചിരുന്നു. മെഥുശലേമിന് പ്രായം കൂടി, മെഥുശലേമിന്റെ മകൻ വരെ മരിച്ചു, അടുത്ത തലമുറ ആൾക്കാർ വരെ മരിച്ചു. പക്ഷെ യെരുശലേം വീണ്ടും മെഥുശലേം ജീവിച്ചിരുന്നപ്പോൾ ആൾക്കാർക്ക് ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ അവഗണിച്ച് മുന്നോട്ട് പോയി. ഇത് ആദ്യം മുതലുള്ള ബൈബിൾ രേഖപ്പെടുത്തിയ അനുസരിച്ചുള്ള ഓരോരുത്തരുടെ പ്രായവും ഏത് വർഷമാണ് ഫ്ലഡ് വന്നതെന്നുള്ളത് ആ പ്രായം വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ഇത് മെഥുശലേം മരിച്ചു 7-ാം പൊക്കമാണ് മഴ തുടങ്ങിയെന്നാണ് പറയുന്നത്. മെഥുശലേമിന്റെ മകൻ ലാമക്ക് ഏകദേശം 5 വർഷം മുന്നേ മരിച്ചുപോയി. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള മെഥുശലേമിനാണ്. അത് കഴിഞ്ഞ് ദൈവം പ്രളയം ഇവിടോട്ട് വന്നു. നമുക്ക് തിരിച്ച് മത്തായിയുടെ സുവിശേഷത്തിലോട്ട് തന്നെ തിരിച്ചു പോകാം. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചു വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. യേശുക്രിസ്തു ആദ്യം പറഞ്ഞു നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. പിന്നെ അടുത്തതിൽ പറഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? ലോത്തിന്റെ കാലത്ത് നമുക്കറിയാം സോദോം ഗോമോറ ദൈവം നശിപ്പിച്ചു, അല്ലേ? എന്തുകൊണ്ടാണ് സോദോം ഗോമോറ നശിപ്പിച്ചത്? എസെക്കിയേൽ പ്രവചനത്തിനകത്ത് അതിന്റെ കാരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോദോമിന്റെ അകൃത്യമവും ഗർവവും തീൻപിളപ്പും നിർഭയസൗര്യവും അവൾക്ക് അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രവനെയും അവൾ സഹായിച്ചതുമില്ല. അവര് അരോഗന്റ് ആയിരുന്നു, ഓവർ ഫെഡഡ് ആൻഡ് അൺകൺസേൺഡ്, ആരെയും ഗൗനിക്കാതെ ഉള്ള ഒരു ജീവിതം. പക്ഷെ ഇതുകൊണ്ടല്ല ദൈവം അവരെ, ഇതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഒരു തലമുറ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ദൈവം അവരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചത്. നമുക്ക് ഉൽപ്പത്തിയിലേക്ക് തിരിച്ചു വരാം. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കറിയാം അവിടെ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പാപം അവരുടെ കുഞ്ഞു കൂടി ചെന്ന് കഴിഞ്ഞപ്പം 2 മാലാഖമാർ ഇവരുടെ ഈ സോദോം ഗോമോറ ചെന്ന് നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി അവിടെ ചെന്നു. 2 ദൂതന്മാർ വൈകുന്നേരം സോദോമിലെത്തി. മുന്നോട്ട് വായിച്ചാൽ, അവർ ഉറങ്ങുവാൻ പോകും മുമ്പ് സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോയി. എന്താണിത്? വൃദ്ധം ജനങ്ങളും ഹോമോസെക്ച്വാലിറ്റി, അതും ആബാലവൃദ്ധം എല്ലാവരും അതുപോലെ സെക്ഷൽ പ്രിവേർഷൻ ആയിരുന്നു അവിടുത്തെ വലിയ പാപം. അപ്പം നമുക്കറിയാം ലോത്ത് സ്വന്തം വീട്ടിൽ വന്ന് അതിഥികളെ അങ്ങനെ പുറത്തിറക്കി വിടുന്നത് തെറ്റാന്നുള്ളത് കൊണ്ട് ലോത്ത് എന്ത് പറഞ്ഞു? പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം, നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ, ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്, ഇതിനല്ലോ അവർ എന്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അവർ അന്നേരവും ലോത്തിന്റെ പുത്രിമാരെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ പുരുഷന്മാരെ തന്നെ വേണമെന്ന് പറഞ്ഞ് ശടിച്ച് പിന്നീടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നീട് ലോത്തിനെയും കുടുംബത്തെ ഇവര് പുറത്തിറക്കിക്കൊണ്ട് അവര് ആ പുരുഷന്മാര്, അതായത് മാലാഖമാര്, ഇവരെ രക്ഷിക്കുകയും ദൈവം ഗന്ധകവും തീയും ഇറക്കി സോദോം ഗോമോറ നശിപ്പിച്ചു കളയുകയും ചെയ്തു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. എന്തൊക്കെയാണ് അപ്പം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതെന്ന് നോക്കാം. ഇന്നും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഹോമോസെക്ച്വാലിറ്റി ഒരു 20-25 കൊല്ലം മുന്നേ എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചറിയുന്നതല്ലാതെ ഇന്ന് പക്ഷേ ഹോമോസെക്ച്വാലിറ്റി ഭയങ്കര ഒരു ഫാഷനായിട്ട് വന്നിരിക്കുക. ഇന്ന് ഏകദേശം 15 രാജ്യങ്ങൾ ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് ഫ്രാൻസ് ആണ് ചെയ്തത്. അമേരിക്ക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അമേരിക്ക ചെയ്യുന്നത് ഇന്ത്യക്കാർ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ കമ്പൽസറി ആണ്. ഇന്ന് ഇതൊരു വളരെ ഫാഷനായിട്ട് ഇത് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് എന്താ തെറ്റ്? ഇത് ലോകത്ത് ഇത് വളരെ സാധാരണയല്ല, അവരങ്ങനെ ജനിക്കുന്നതല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുക. അതങ്ങനെ ജനിക്കുന്നതല്ല. റോമറുടെ ലേഖനം 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അത് ദൈവം തന്നെ അവർക്ക് ശാപമായിട്ട് കൊടുക്കുന്ന ഒരു വസ്തുതയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അത് ദൈവം പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അബോമിനേഷൻ എന്നുള്ള വേർഡാണ്, മ്ലേച്ഛത എന്നുള്ള വേർഡാണ്. അതായത് ദൈവം ഉണ്ടായിരിക്കുന്ന സ്ത്രീക്കും പുരുഷനും വേണ്ടിയാണ് അങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പുരുഷന് വേണ്ടി അല്ല ദൈവം, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടി അല്ല ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവർ പെറ്റുവരിക എന്നുള്ളതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ
സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ അബോമിനേഷൻ എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഇന്ന് പക്ഷേ നമ്മുടെ ചുറ്റും മുഴുവൻ കേൾക്കുന്ന സൗണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എത്രയും ബഹുമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷന് മുൻപേ പറഞ്ഞ കാര്യങ്ങളാണിത്. ഫോർ മീ പേഴ്സണലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഗോ ahead and affirm that same sex couples should be able to get married. പ്രസിഡന്റ് ബരാക് ഒബാമ. അതുപോലെ തന്നെ നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ച് വിവാദം സൃഷ്ടിച്ചാണ് 70-80% ക്രിസ്ത്യാനികളുടെ തലവനായ പോപ്പ്. നമുക്കറിയാം ഇദ്ദേഹം വളരെ ഒത്തിരി നന്മകളൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. എപ്പോഴും പേപ്പറിലൊക്കെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. പക്ഷെ ഇന്ന് കത്തോലിക്ക സഭയുമൊക്കെ ഈ സ്വവർഗരതിയെ അനുകൂലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് വായിച്ചു നോക്കാം. സഭയുടെ ഉന്നത പദവിയിലത്തെ 6 മാസം തികഞ്ഞതിന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിലാണ് പോപ്പിന്റെ ശ്രദ്ധേയമായ നിലപാടുകൾ. ഇടുങ്ങിയ ചിന്താഗതികൾ കുടുങ്ങി കിടക്കുന്ന സഭയെ പരിഷ്കരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഗർഭഛിദ്രം, സ്വവർഗ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സഭയുടെ നാശത്തിന് വഴിവെക്കുമെന്നാണ് മാർപ്പാപ്പയുടെ വിലയിരുത്തൽ. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. സെപ്റ്റംബർ 19 മറ്റോ ആണ് ഈ സെപ്റ്റംബർ 19 മാർപ്പാപ്പയുടെ കോൺട്രാവേഴ്സ്യൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണേ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകം ഇത് കിട്ടും. അതായത് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടു എന്തായിരുന്നു, അവർ സ്വന്തം വഴിയിൽ നടന്നു. ഇത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അതായത് ദൈവവചനമൊക്കെ ത്തിന്റെ പുറകെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞിരിക്കുന്ന സഭയുടെ നാശത്തിന് വഴിവെക്കുന്ന മാർപ്പാപ്പയുടെ വിലയിരുത്തൽ. അതായത് ഇതൊക്കെ പരിഷ്കരിക്കുക, അതായത് ദൈവവചനം ഒക്കെ പരിഷ്കാരമില്ലാത്തതാകുന്ന ഒരു അവസരം. അതാണ് ഇന്ന് സെക്സ്വാലിറ്റി എന്ന് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം കർത്താവ് ഇത് തന്നെയാണെന്ന് പറഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ സംഭവിക്കുക. എന്താണ് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത്? അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിപ്പിച്ചു കളഞ്ഞു. മനുഷ്യപുത്രന്റെ വെളിപ്പെടുന്ന നാളിൽ തന്നെ അവണ്ണം തന്നെ ആകും. നമുക്കറിയാം ഇന്നും ഏകദേശം ഇതേ സിറ്റുവേഷനാണ്. ലോത്തിന്റെ കാലത്ത് നടന്ന പോലെ തന്നെ അതിക്രമങ്ങൾ, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ ദുഷ്ടതയൊക്കെ ഇന്നും നടക്കും. തിന്നും കുടിച്ചും വിറ്റും നട്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു 20-30 കൊല്ലത്തെ നമ്മുടെ ആഹാര രീതിക്കകത്തൊക്കെയുള്ള നമ്മുടെ മാറ്റങ്ങളും ഒക്കെ ഇന്ന് ഇതേ രീതിയിലാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ലോത്തിന്റെ കാലത്ത് സംഭവിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ കസിൻ ആയിരുന്നു ലോത്ത്. അപ്പൊ അബ്രഹാം ദൈവത്തിനോട് പറഞ്ഞ് ലോത്തിന്റെ മക്കളെയും ഭാര്യയും ഇതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി അബ്രഹാം ഒരു ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഉൽപ്പത്തിയുടെ 18 ആ ബാർഗെയിനെ പറ്റി എഴുതിയിട്ട് ലോത്ത് 50 പേര് മുതൽ ബാർഗെയിൻ ചെയ്ത് താഴോട്ട് വന്നിട്ട് ലോത്ത് ദൈവത്തോട് പറയും, ദൈവം പറയും ഞാൻ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 10 പേരുടെ നിമിഷം നശിപ്പിക്കുകയില്ലെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവിടെ ഒരു ബാർഗെയിനിങ് നടക്കുന്നതാണ്. അതായത് 10 നീതിമാന്മാര് ദൈവം ഒരു നാശം ലോകത്തിലോട്ട് അയക്കുമ്പോൾ 10 നീതിമാന്മാരിൽ ഉണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുകയില്ലെന്നുള്ള ദൈവവചനം വളരെ വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് അബ്രഹാം ഈ 10 പേർക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്തിട്ട് 4 പേര് മാത്രമായിട്ട് വെളിയിൽ ഇറങ്ങിയത്? അത് ആക്ച്വലി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോത്തിന് ഇവിടെ വേറെ അനേക പുത്രന്മാരും പുത്രിമാരും ഉണ്ടെന്നുള്ളത് മറ്റൊരു ജെനസിസിന്റെ 19 വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ലോത്ത് കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ഉഷത്തായപ്പോൾ ദൂതൻ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യമാരെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞു. അതായത് വേറെ പുത്രിമാരും മരുമക്കളും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് 10 പേര് എങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയായിരുന്നു ദൈവം പറഞ്ഞു. അപ്പം ഇവരെന്ത് ചെയ്തു? അവസാനം ഈ മരുമക്കൾക്ക് കളിയായിട്ട് തോന്നുന്നതുകൊണ്ട് മരുമക്കളും വന്നില്ല. വേറെ പുത്രിമാരെ ഒരുപക്ഷെ രക്ഷിക്കാൻ നോക്കിയിട്ട് നടന്നു കാണുകയില്ല. ലോത്ത് അവിടുന്ന് വെളിയിലിറങ്ങി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ആകാശത്തുനിന്ന് തീയും ഗന്ധവും വീണു. ലോത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. എന്തോ സംഭവിച്ചു? ഉപ്പ് തൂണായിട്ട് ഭവിച്ചു. അതുപോലെ നമ്മൾ കണ്ടു, അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾ ഉന്മൂലനാശം വരുത്തുക, ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. അതുപോലെ തന്നെ ആ കാലത്ത് സംഭവിച്ച വേറൊരു സംഭവം കൂടെ നമുക്ക് നോക്കാം. ശേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏനോശിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി.
അതുപോലെ തന്നെ അതായത് നമ്മൾ പലപ്പോഴും ഈ ദൈവഭാഗത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ കുടുംബം മാത്രമേ രക്ഷപ്പെട്ടു. യഹോവയെ ആരാധിക്കുന്ന ഏനോശും അവന്റെ കുടുംബം പോലും രക്ഷപ്പെട്ടില്ല. അതായത് ഒരു തലമുറയില്, അതായത് ആരാധന തുടങ്ങി വെച്ച തലമുറയിലെ ആൾക്കാർ പോലും രക്ഷപ്പെട്ടില്ല. അവർക്കൊരു അവസരം ഉണ്ടായിട്ട് പോലും അവർ രക്ഷപ്പെട്ടില്ല. അതുപോലെ തന്നെ ലോത്തിന്റെ മരുമക്കളെ നമ്മൾ കണ്ടു. ലോത്തിന്റെ മരുമക്കൾക്കും ഒരു ചാൻസ് ദൈവം കൊടുത്തു രക്ഷപ്പെടാൻ. പക്ഷെ അവര് ദൈവവചനത്തെ വിശ്വസിച്ചില്ല. അവൻ കളി പറയുന്നു എന്ന് തോന്നി അവന്റെ മരുമക്കൾക്ക് തോന്നി. അതുകൊണ്ട് അവര് അതിനെ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചിരിക്കുന്നതിനെ പറ്റി പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. അതായത് ഇതെല്ലാം നമുക്കൊന്ന് സമറൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതിന് മുന്നേ ഒരു ലാസ്റ്റ് 1-2 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് നമുക്കറിയാം, ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി പോയി. ലോത്ത് 2 മക്കളെയും കൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അത് കഴിഞ്ഞ് അവരെവിടെ പോയി പാർത്തു. അത് കഴിഞ്ഞ് ലോത്തിന്റെ 2 മക്കളിലും അപ്പനാൽ ഗർഭം ധരിച്ചു. അതായത് അവരെന്താ ചെയ്ത, അത് വീഞ്ഞു കുടിപ്പിച്ച് 2 ഭാര്യമാരും ഓരോ ദിവസം പോയി അപ്പനോട് കൂടെ കിടന്ന് ഗർഭം ധരിച്ചു. അതായത് അപ്പനെയും അമ്മയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാൻ മേലാത്ത ഒരു സമയം. ദൈവം പറഞ്ഞിരിക്കുന്ന ഇതുപോലെ യൂദായുടെ ലേഖനത്തിലും യേശുക്രിസ്തു പറഞ്ഞതിനെ കോട്ട് ചെയ്തായിരിക്കും യൂദായ എഴുതിയിരിക്കുന്നത്. അതുപോലെ സോദോമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അതായത് സോദോം ഗോമോറായും ദൃഷ്ടാന്തമായിട്ട് യൂദാ ഇത് ലേഖനം എഴുതുമ്പോഴും ഉണ്ട്. ഇന്ന് നമ്മുടെ മുൻപിലും ഈ ഇസ്രായേലിലൊക്കെ ടൂറിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗന്ധകമൊക്കെ ഇന്ന് അവിടുന്ന് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ബൈബിൾ വളരെ സത്യമാണെന്നുള്ളത് അവിടെ പോയി നോക്കിയാൽ ഇത് നമുക്ക് ശിക്ഷാവിധി ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നെന്നാണ് യൂദായുടെ ലേഖനം പറയുന്നത്. ഇന്ന് 2000 കൊല്ലത്തിന് ശേഷം അതുപോലെ അവിടെ കിടപ്പുണ്ട്. നമുക്കിപ്പം പഠിച്ച കാര്യങ്ങളൊന്ന് സമറൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത്. ലോത്തിന്റെ ഇൻ ദ ഡേയ്സ് ഓഫ് നോഹ ആൻഡ് ലോത്ത്. അഴിമതി. ഇന്ന് നമ്മുടെ ഒരു 20 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പേപ്പറൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് അഴിമതി. അതുപോലെ തന്നെ വയലൻസ്, വലിയ ദുഷ്ടത, ദോഷമുള്ള ഹൃദയവിചാരം. വിക്കഡ്നെസ് ഓഫ് മെൻ വാസ് ഗ്രേറ്റ് ആൻഡ് ഈവിൾ തോട്ട്സ്. ലാമക്കിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു. സകല ജഡവും ഭൂമിയിൽ സ്വന്തം വഴി തെരഞ്ഞെടുത്തു. ദൈവവചനവുമായിട്ട് ദൈവത്തിന്റെ എല്ലാ വാണിങ്ങളും ഇന്ന് നമുക്കറിയാം ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു തലമുറയാണിത്. ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബൈബിൾ ഇന്ന് പല ഈ ഇന്റർനെറ്റ് ഫോറത്തിനകത്തൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. ഈ 66 പുസ്തകങ്ങളിൽ പറയാത്ത അനേക കാര്യങ്ങളുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് ഇതിന് വലിയ വിലയില്ലെന്നുള്ള ഒരു തലമുറ ഇന്ന് ബൈബിൾ വായിച്ചു നോക്കുന്ന ഒരു തലമുറ പോലുമല്ല. അതായത് ദൈവവചനത്തിന് യാതൊരു വിലയില്ലാത്തൊരു തലമുറ. അതിഭക്ഷണം, മദ്യപാനം നമ്മൾ കണ്ടു. ഇന്നും ഇത് തന്നെയല്ല. 20-25 കൊല്ലമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. 1-2 നേരം ആഹാരം കഴിഞ്ഞിരുന്ന അപ്പനും അമ്മയുടെ ഒരു തലമുറ അത് കഴിഞ്ഞ് രണ്ടാമത്തെ തലമുറ വന്നപ്പോഴത്തേന് ഓവർ ഈറ്റിങ്ങും മദ്യപാനവും. അതുപോലെ അൺകൺസേൺഡ്, നമ്മൾ മറ്റുള്ളവരെ പറ്റി അൺകൺസേൺഡ് ആണ് ഇന്നത്തെ തലമുറ. അതുപോലെ വിവാഹം നമ്മൾ കണ്ടു. ദൂർത്തേറിയ വിവാഹങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടു വനിതയ്ക്കകത്തൊക്കെ വായിക്കുന്നത് കണ്ടു. ടൊമാറ്റീനോ ഫെസ്റ്റിവലൊക്കെ ആണെന്ന് ഇപ്പം എറണാകുളത്തൊക്കെ നടത്തുന്നത്. അതായത് വിവാഹത്തിന്റെ തലേ ദിവസം ടൊമാറ്റീനോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലൊക്കെ നടത്തുന്ന ഒരു ഇതാണ്. അവിടെ തക്കാളിക്കായുടെ സീസൺ വരുമ്പോൾ തക്കാളിക്ക റോഡിൽ ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഹോളി കളിക്കുന്ന പോലെ എറിഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഇത്ര ദൂർത്തേറിയ വിവാഹങ്ങള് അവർ വിറ്റും നട്ടും പണിതും പോകുന്നു. നമുക്കറിയാം കഴിഞ്ഞൊരു 30 കൊല്ലത്തെ സിനാരിയോ ആണ്. കേരളത്തിലാണേലും ആൾതാമസം ഒന്നുമില്ലെങ്കിലും 4-5 ബെഡ്റൂം ഒക്കെ ആയിട്ട് വീട് പണിത് വെച്ച് അവിടെ ഒരിക്കലും താമസിക്കാൻ പോലും പോകാറില്ല. അവരെല്ലാം ഈ വീട് പണിതതിന്റെ EMI അടയ്ക്കാൻ വേണ്ടി ഗൾഫിലും അമേരിക്കയിലും ഒക്കെ കിടന്ന് EMI അടച്ച് കഷ്ടപ്പെട്ട് വന്നേച്ച് വല്ല നാട്ടുകാരനും ബംഗാളിയൊക്കെയാണ് അതിനകത്ത് താമസിക്കുന്നത്. അപ്പം ആർത്തി, അതായത് ദൈവവചനത്തോടോ ദൈവത്തിന്റെ വാണിങ്ങളോടൊന്നും ഇതായിട്ടല്ല, അവർ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയാണ്. വിറ്റും നട്ടും പണിതും പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഹോമോസെക്ച്വാലിറ്റി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു ട്രെൻഡാണ് ഈ ഹോമോസെക്ച്വാലിറ്റി. അതുപോലെ തന്നെ അത്യാഗ്രഹം. എന്താണ് അത്യാഗ്രഹം? ലോത്തിന്റെ ഭാര്യ അത്യാഗ്രഹി ആയതുകൊണ്ട് തിരിഞ്ഞു നോക്കി അത്യാഗ്രഹം, തന്റെ വീടും ഒക്കെ നശിച്ചു പോകുന്നത് തിരിഞ്ഞു നോക്കി. അത്യാഗ്രഹം ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കോളാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കരുതെന്ന് പക്ഷെ തിരിഞ്ഞു നോക്കി. അത്യാഗ്രഹം കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വന്തം ജീവൻ നശിപ്പിച്ചു. അതുപോലെ ദൈവവചനത്തെ അവഗണിച്ചു. നമ്മൾ കണ്ടു ഈനോക്കിന്റെ സമയത്ത്, ഏനോഷിന്റെ സമയത്ത് നമ്മൾ കണ്ടു വാണിങ്ങുകൾ. ഏനോഷ് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ആൾക്കാരും വാണിങ് കൊടുത്തിട്ട് അവര് രക്ഷപ്പെട്ടില്ല. നോഹയുടെ പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടില്ല. അതുപോലെ തന്നെ ലോത്തിന്റെ മരുമക്കൾക്കും ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടില്ല.
അതുപോലെ ദൈവം അന്ന് കാലത്ത് എന്തോ ചെയ്തത്, ഒരു അടയാളം കൊടുത്തു. എന്തായിരുന്നു അടയാളമായിട്ട് കൊടുത്തത്? മെതുശലേം അല്ലേ? മെതുശലേമിനെ അടയാളമായിട്ട് കൊടുത്തത്, ഈ മെതുശലേം മരിക്കുമ്പോൾ നിങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നുള്ളത്, ഞാൻ നാശം ലോകത്തിലേക്ക് അയക്കുമെന്ന് അറിഞ്ഞു. പക്ഷെ ഈ മെതുശലേം ഇത്രയും 969 കൊല്ലം ജീവിച്ചിരുന്നപ്പോൾ ഒന്നും കണ്ടിട്ടൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ല. ഇന്നും ഇത് തന്നെയല്ലേ, ഇസ്രായേലിനെ ഒരു അടയാളമായിട്ട് ദൈവം കൊടുത്തു. ഇന്ന് പകുതി പേർക്ക് അത് അടയാളമാണെന്ന് പോലും ഇന്ന് അറിയത്തില്ല. അതുപോലെ ലോകത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടു മദ്യപാനം, ദുർനടപ്പ്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത സമയം. അതുപോലെ അബ്രഹാം ഒരു ഉടമ്പടി സൈൻ ചെയ്തു ദൈവമായിട്ട്. എന്തായിരുന്നു ഉടമ്പടി? ലോകം നശിപ്പിക്കുമെങ്കിൽ അതിനകത്ത് നീതിമാന്മാർ 10 പേരും ഉണ്ടെങ്കിൽ ഒന്നും ഞാൻ ലോകം നശിപ്പിക്കുകയില്ലെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു പട്ടണത്തിൽ 10 പേരുണ്ടെങ്കിലും ദൈവം നശിപ്പിക്കുകയില്ലെന്നുള്ളത് ദൈവം ഉടമ്പടി ചെയ്തു. അതുപോലെ തന്നെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും തിരിച്ചറിഞ്ഞില്ല. നമ്മളത് കണ്ടു. ഇലക്ട് ചെയ്ത ആൾക്കാർ, അതായത് ഇനോഷിന്റെ ആൾക്കാരും രക്ഷപ്പെട്ടില്ല, ലോകത്തിന്റെ മരുമക്കളും രക്ഷപ്പെട്ടില്ല. ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടു. ശേഷിപ്പ് മാത്രം രക്ഷിക്കപ്പെട്ടു. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ച ശേഷം അനേകർ പെട്ടകത്തിന് ചുറ്റും വന്ന് വിലപിച്ചു. ഇത് താൽമുഡുകളിൽ നിന്നെടുത്താണ്. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചെന്നുള്ളത് ജനസിസിനകത്തും ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ജനസിസിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. 7 ലക്ഷം പേരോളം ഈ മഴ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഈ പെട്ടകത്തിന് ചുറ്റും ഞങ്ങൾ കൂടെ അകത്ത് കയറാൻ വേണ്ടി വന്നെന്നാണ് ചരിത്രം പറയുന്നത്. അത് കഴിഞ്ഞ് ശിക്ഷാവിധി ഭൂമിയിൽ വന്നു. ഭൂമി നശിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഇത്ര ഈ ഭീകരമായ അവസ്ഥ, നമുക്കിന്ന് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എത്ര മ്ലേച്ഛതയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഇത് അമേരിക്കയിലെ ഒരു പ്രസിദ്ധനായ ഇവാഞ്ചലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ബില്ലി ഗ്രാം എന്നാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഇഫ് ഗോഡ് ഡസൻ പണിഷ് അമേരിക്ക ഹി വിൽ ഹാവ് ടു അപ്പോളൈസ് ടു സോദോം ആൻഡ് ഗോമോറ. നമുക്കറിയാം സോദോം ആൻഡ് ഗോമോറയ്ക്ക് ദൈവം ഒരു അവസരം പോലും കൊടുക്കാതാണ് അവരെ നശിപ്പിച്ച്, ആ ചെറിയൊരു ജനതയെ നശിപ്പിച്ച് നമുക്ക് ഉദാഹരണമായിട്ട്, ഇത്രയും വലിയ ജനസംഖ്യക്ക് ഉദാഹരണമായിട്ട് ഇട്ടിരിക്കുക. അപ്പൊ ബില്ലി ഗ്രാം പറഞ്ഞിരിക്കുന്നത് ദൈവം സോദോം ഗോമോറയോട് മാപ്പ് പറയേണ്ടി വരും. അമേരിക്ക പോലുള്ള ഇത്ര മ്ലേച്ഛതയുള്ള സ്ഥലങ്ങൾ നശിപ്പിച്ചില്ലെങ്കിൽ മാപ്പ് പറയണം. എന്തായിരിക്കും എങ്ങനെയായിരിക്കും ദൈവം ഇനി നശിപ്പിക്കുന്നത്? നമുക്കറിയാം വെള്ളപ്പൊക്കത്തിൽ കൂടെ നശിപ്പിക്കുകയായിരുന്നു ദൈവം ഓൾറെഡി ഒരു കവനന്റ് ചെയ്തു. അതാണ് മഴവില്ല എന്ന് ബൈബിൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്തായിരിക്കും, അങ്ങനെ ആയിരിക്കും ദൈവം നശിപ്പിക്കുന്നത്. ആ നാശത്തിനെ പറ്റി എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വെളിപാട് പുസ്തകത്തിലുണ്ടല്ലേ. അതിനെപ്പറ്റി യശയാപ്രവചനം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വാങ്ങാം. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ട, നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിങ്കിൽ നിന്ന് കേട്ടിരിക്കും. എന്താണ് സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരം? ഭൂമി പൊടുപൊട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുകിട കിടങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാലം മാടം പോലെ ആടുന്നു. നമുക്കറിയാം വെളിപാട് പുസ്തകത്തിലെ ഈ സംഭവങ്ങളും യുദ്ധങ്ങളും ക്ഷാമവും ഒക്കെ അങ്ങോട്ട് വന്നേച്ച് ഈ ഭൂമിയുടെ സകല സന്തുലിതാവസ്ഥയും ഒരുപക്ഷെ ഈ ഭൂമി ഓർബിറ്റിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നതിനെ പറ്റിയാണ് ഇങ്ങനെ ഇത് യശയാ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ഇതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളുകളിൽ ഉണ്ടാകുമെന്നാണ്. എന്താണ് ലോകാരംഭം മുതൽ ഇതുവരെ ഏറ്റവും വലിയ കഷ്ടം? നോഹയുടെ കാലത്തെ ജലപ്രളയം ഒരുപക്ഷെ ഏറ്റവും വലിയ കഷ്ടമായിരിക്കും. അതിലും വലിയ കഷ്ടം, അതായത് നോഹയുടെ കാലത്ത് വെള്ളം പൊക്കി ആൾക്കാർ മരിച്ചു പോയുള്ളത്. പക്ഷെ ഇതിനകത്ത് മരണത്തെ 5 മാസം അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ ആൾക്കാര് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല. അവർ നിലത്തിന് വളമായി തീരും. അതായത് കുഴിച്ചിടാൻ പോലും ആള് കാണുകയില്ല, അതുപോലെ ആൾക്കാർ മരിച്ചു പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ പൊന്നിനും വെള്ളിക്കും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ അവരുടെ വിശപ്പ് അടങ്ങിയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യ ഹേതുവായിരുന്നുവല്ലോ. ഭീതി മൂടും, സകല മുഖങ്ങളിലും ലജ്ജയും എല്ലാ കഷണ്ടി ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ പൊന്നും വെള്ളിയും വീതികളിൽ എറിഞ്ഞു കളയും. എന്താണ് ഇന്നത്തെ പൈസയ്ക്കൊന്നും ഒരു വിലയില്ലാതാകുന്നു, അത് അവർക്ക് മലമായി തോന്നുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് ഇത് യാതൊരു പ്രയോജനപ്പെടുകയില്ല, അത്ര വലിയ ഭീകരതയായിരിക്കുമെന്നാണ് ഇത് പറയുന്നത്. അത് വെളിപാട് പുസ്തകത്തിനകത്ത് ഇതിന്റെ സീക്വൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഭീകര എന്നുള്ളത് നമുക്കറിയാം. 7 സീൽസ്, ആദ്യത്തെ മുദ്രകൾ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വൈറ്റ് ഹോഴ്സ് വരുന്നു. എന്താണ് വൈറ്റ് ഹോഴ്സ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇവിടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അന്തിക്രിസ്തു പ്രവേശിക്കപ്പെടുന്നു. വൈറ്റ് ഹോഴ്സ് അത് ഒരു ചതിയാണ്. ഡിസെപ്ഷനിലൂടെ 7 കൊല്ലത്തെ ഒരു സമാധാന ഉടമ്പടി ഇസ്രായേലുമായിട്ട് ഒപ്പുവെച്ചുകൊണ്ടാണ് കയറി വരുന്നത്. രണ്ടാമത്തത് യുദ്ധങ്ങൾ, അത് 3.5 കൊല്ലം കഴിയുന്നതുകൊണ്ട് ഈ സമാധാന ഉടമ്പടി തെറ്റിച്ചുകൊണ്ട് യുദ്ധങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്.
അതുപോലെ പട്ടിണി, ഒരു ദിവസത്തെ മുഴുവനും ശമ്പളം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം മാത്രം കിട്ടുന്നെന്ന് പറയുന്നു. അതുപോലെ പെയിൽ ഹോഴ്സ്, പലവിധ വ്യാധികൾ തുടങ്ങുന്നു. അതുപോലെ ട്രിബുലേഷൻ, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള അനേക ആൾക്കാരെ കൊന്നൊടുക്കുന്നു. അതുപോലെ തന്നെ ഹെവൻലി സയൻസ്, സൂര്യനും ചന്ദ്രനും അനേക അടയാളങ്ങളും മറ്റും സംഭവിക്കുന്നു. 7 ട്രംപറ്റ്സ്, ട്രംപറ്റ് ജഡ്ജ്മെന്റിനകത്ത് എന്തൊക്കെയാണ്? എന്തൊക്കെയോ ആകാശത്തിൽ നിന്ന് വീഴുന്നു, മരങ്ങളും പുല്ലും എല്ലാം കരിഞ്ഞു പോകുന്നു. അതുപോലെ മൗണ്ടൻ ഓഫ് ഫയർ, ഇത് ഏതാണ്ട് ബോംബാക്രമണവും മറ്റേ എഴുതിയിരിക്കുന്നത്, ബോംബ് വുഡ്. അതുപോലെ ഭൂമിയിൽ ഇരുട്ടാകുന്നു, ലോക്കസ്റ്റ് ഭൂമിയിൽ കയറി വരുന്നു, യൂഫ്രട്ടീസ് നദി പറ്റിപ്പോകുന്നു, അവിടെ ഒരു സൈന്യം ഇസ്രായേലിനെതിരായിട്ട് പോകുന്നു. പിന്നെ ഇത് ബൗൾ ജഡ്ജ്മെന്റ് എന്നാണ് ഇതിൽ പറയുന്നത്. ടോട്ടൽ 21 സംഭവങ്ങളാണ്. ആദ്യം ഈ അന്തിക്രിസ്തുവിന്റെ മുദ്രയേറ്റിട്ടുള്ളവർക്കെല്ലാം ബോയിൽസ് വരുന്നു, കടലിലെ വെള്ളം രക്തമാകുന്നു, അതുപോലെ തന്നെ നദികളിലെ എല്ലാം വെള്ളം രക്തമാകുന്നു, അതിഭയങ്കര ചൂട്, ഇരുട്ട്, യൂഫ്രട്ടീസ് നദി പറ്റി അതിന് കുറുകെ കിഴക്കിന്റെ സൈന്യങ്ങൾ കയറി ചെല്ലുന്നു. അതുപോലെ ഗ്രേറ്റ് ഹെയിൽ സ്റ്റോൺ. ഈ 7 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇതിനകത്ത് മിക്ക കാര്യങ്ങളും ഫറവോന്റെ സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും ഇത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലെ ബൈബിളിലെ പല കാര്യങ്ങളും വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ് ചുരുക്കം. അതുപോലെ തന്നെ ഇതിനകത്ത് എത്ര പേര് മരിച്ചു പോകുന്നുള്ളത് ഒരു 3 ഇടത്തേലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ ഇത്ര പേര് മരിച്ചു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവരെ അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇങ്ങനെ പലയിടത്തും സംഖ്യ പറയാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ മഞ്ഞ നിറമുള്ള കുതിര വരുന്നു, പാതാളം അവനെ പിന്തുടർന്നു, വാളുകൊണ്ട് ക്ഷാമം പോലെ മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊന്നുകളയാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം. ഇപ്പൊ 700 കോടി ഉണ്ടെങ്കിൽ അതിന്റെ കാലാംശം മാറി കിട്ടുന്നു. രണ്ടാമത്തെ ഇതിന് ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീനിറവും രക്തനിലവും ഗന്ധകവർണ്ണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചു. അതായത് ആദ്യം കാലാംശം മാറ്റപ്പെടുന്നു, അതിൽ ബാക്കിയുള്ളതിൽ നിന്ന് 1/3 വീണ്ടും മരിക്കുകയാണ്. ഇതിന്റെ തന്നെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 700 ബില്യൺ ഇപ്പോൾ ജനസംഖ്യ ഉണ്ടെങ്കിൽ അതിനകത്ത് നേരെ പകുതി ഇവിടെ തന്നെ തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാകാം. ഇതൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കും. നമ്മളിത് നമുക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല, പലപ്പോഴും നമുക്ക് വിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണിത് പിടികിട്ടാതെ. വിശ്വാസം എങ്ങനെ മനസ്സിലാകുന്നത്? വിശ്വാസം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ബൈബിൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഇത് ടോട്ടൽ 7 കൊല്ലത്തെ ആണ് സംഭവം. 7 കൊല്ലത്താണെന്നുള്ളത് 7 ബൈബിൾ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകുക. 7 കൊല്ലത്തെയാണ് ഈ സംഭവങ്ങളിൽ. മുൻപേ നമ്മൾ കണ്ട ഒരു കാര്യം ഇതിനകത്തുനിന്ന് ചോദിക്കാം. 7 കൊല്ലം ഇത്ര വലിയ ഡിസ്ട്രക്ഷൻ വരുമ്പോൾ ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. എന്താണ് ഉടമ്പടി? 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു, ഞാൻ 10 പേരുടെ നിമിഷം നശിപ്പിക്കുകയല്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ദൈവം നശിപ്പിക്കുമെങ്കിൽ ഈ 10 പേരെ അവിടെ കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? നോർമലി എന്താ ചെയ്യേണ്ടത്? ദൈവം ഒരിക്കൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ 10 പേർ മുഖാന്തരം ലോകം അവരുണ്ടെങ്കിൽ ഞാൻ ഇത് നശിപ്പിക്കുകയല്ല. പക്ഷെ നമുക്കറിയാം ദൈവത്തിന് ഇത് നശിപ്പിച്ചാലേ പറ്റുള്ളൂ. അതുപോലെ അതിക്രമങ്ങൾ നടക്കുമ്പോൾ അവരെ ദൈവം ഇവിടുന്ന് നശിപ്പിക്കും. അപ്പൊ നശിക്കുന്നതിന് മുമ്പ് അപ്പൊ ലോകത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു റെമനന്റ് എപ്പോഴും ദൈവത്തിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എപ്പോഴും കാണുമെന്നുള്ളത് നമുക്ക് പല വചനത്തിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ എന്താ ചെയ്യുന്നത്? ദൈവം ആ റെമനന്റിനെ നശിപ്പിക്കുന്ന ഈ ഭൂമിയിലോട്ട് ഈ നാശം വരുന്നതിന് മുമ്പ് ആ നാശത്തിൽ നിന്ന് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവരെ മാറ്റുന്നതെന്നാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാട്ടുകൊണ്ടതിനാൽ, വെളിപാട് പുസ്തകത്തിന്റെ അധ്യായമാണ്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അതായത് ഭൂതലത്തിൽ വസിക്കുന്ന ഇതിന്റെ ഗ്രീക്ക് പരിഭാഷ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് വേണ്ടി വസിക്കുന്ന ആൾക്കാരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ 7 കൊല്ലത്തെ പരീക്ഷണമെന്നാണ്. അപ്പൊ അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് നിന്നെ വചനം കാത്തവരെ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം, എന്താണ് സഹിഷ്ണുത? അതായത് ഗോസ്പലിനകത്ത് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ കാത്തവരെ, ദൈവത്തെ വിശ്വസിച്ച് നോക്കി പാർത്തിരുന്ന ആൾക്കാരെ ഭൂതലത്തിൽ നിന്ന് മാറ്റും. അങ്ങനെയാണ് ഇവിടെ, അത് മാറ്റി കഴിഞ്ഞിട്ടാണ് ഇവിടെ ലോകം നശിപ്പിക്കുകയുള്ളൂ. എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നമുക്ക് ബൈബിളിൽ നോക്കാം. എന്താണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ ചൊല്ലുന്നൊരു ഇതാണ്. അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ മരിച്ചവരാദ്യം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അന്നേരം ജീവനോടിരിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇങ്ങനെ നമ്മൾ യേശുക്രിസ്തു ഈ നീതിമാന്മാരായ മനുഷ്യരെ ഇവിടുന്ന് ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റും. അത് കഴിഞ്ഞിന് ഇവിടെ ശേഷം ആണ് ഇവിടെ സംഹാരം അയക്കുന്നത്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരിൽ അക്ഷയരായി എഴുന്നേൽക്കപ്പെടുകയും നാം രൂപാന്തരം ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ ഇതും അന്നേരം അത്ര വ്യക്തമായിട്ട് മനസ്സിലായിരുന്നില്ലെന്ന് തോന്നുന്നു. പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന് പൗലോസിനെ വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു മർമ്മം പറയാം, അതായത് മറഞ്ഞിരിക്കുന്ന മർമ്മം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, അതായത് ഒരു തലമുറയിലെ എല്ലാ ആൾക്കാരും നിദ്ര കൊള്ളുകയില്ലെന്നുള്ള വചനത്തിൽ നിന്ന് മനസ്സിലാകും. അന്ത്യകാഹളത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരിൽ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്താണ് അന്ത്യകാഹളം? വെളിപാടോസത്തിനകത്ത് 7 കാഹളമുണ്ട്. അതിന്റെ അന്ത്യകാഹളമാണ് ഈ കാഹളം എന്ന് വളരെ തെറ്റായ പഠിപ്പീരുകളൊക്കെ ഉണ്ട്. ഈ അന്ത്യകാഹളം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഹൂദന്റെ ഉത്സവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. യഹൂദന് 7 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. 7 ഉത്സവങ്ങളിൽ 4 ഉത്സവങ്ങളിൽ ഇപ്പൊ ഓൾറെഡി യേശുക്രിസ്തു ആ പ്രവചനമായിട്ട് അനുബന്ധിച്ച് ആ 4 ഉത്സവം യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ടായിരുന്നു ഈ ഉത്സവങ്ങൾ. എന്തൊക്കെയാണ്? പാസ് ഓവറിനാണ് അവര് ഒരു കുഞ്ഞാടിനെ അറക്കുന്നത്. അതായത് ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്നതിന്റെ ഇതാണ് പാസ് ഓവറിന്റെ ദിവസം യേശുക്രിസ്തു അവരുടെ ഇടയിൽ വന്നു. അത് അൺലിവൻ പുളിപ്പില്ലാത്ത അപ്പമായിട്ട് യേശുക്രിസ്തു വന്ന്, അതായത് യേശുക്രിസ്തു ഞാൻ നിങ്ങളുടെ ജീവന്റെ അപ്പം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പുളിപ്പില്ലാത്ത അപ്പമായിട്ട് യേശുക്രിസ്തു ആണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങി മരിച്ചത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്രൂട്ട്, അതായത് ആദ്യഫലമായിട്ട്, മരിച്ചവരിൽ ആദ്യഫലമായിട്ട് എന്തുവാ? ക്രിസ്തു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു അങ്ങനെ മരിച്ചവരിൽ ആദ്യഫലമായിട്ട് റിസറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പെന്തക്കോസ്റ്റ്, അവരുടെ പെന്തക്കോസ്റ്റ് നാളാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ. അപ്പൊ ഈ 4ഉം ഇതുവരെ യേശുക്രിസ്തു നിവർത്തിച്ചു. അപ്പം അഞ്ചാമത് വരുന്നത് അവരുടെ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സ് എന്നും പറഞ്ഞൊരു ഉത്സവമുണ്ട്. ഈ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ് എല്ലാ വർഷവും ഈ ആദ്യത്തെ 4 ഉത്സവം കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞിട്ടാണ്. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഈ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്. അപ്പൊ ഇത് കൃപായുഗം അല്ലെങ്കിൽ ചർച്ച് യുഗം എന്നാണ് ഇതിന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്സിന്റെ അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ യേശുക്രിസ്തു വരുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ അന്ത്യകാഹളത്തിങ്കൽ എന്ന് പറയുന്നത്. ഇവിടെ പലരും തെറ്റായിട്ട് ധരിച്ചിരിക്കുന്ന ഇത് വെളിപാട് പുസ്തകത്തിനകത്തെ കാഹളത്തിനെ പറ്റി. അങ്ങനല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേ ഓഫ് അറ്റോൺമെന്റ് ഉണ്ട്. അതെന്താണ്? യഹൂദന് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് ടാബർനക്കൽ, കൂടാര പെരുന്നാൾ നമ്മൾ പള്ളിയിൽ ഇത് ചെയ്യുന്നത്. ഈ ടാബർനക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കൊല്ലം യേശുക്രിസ്തുവിനോട് കൂടെ കൂടാര പെരുന്നാൾ, അതായത് കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ യേശുക്രിസ്തു ഇവിടെ ഭരിക്കുന്ന 1000 വർഷത്തിനാണ്. അപ്പൊ ഈ 7 കാര്യത്തിൽ 4 കാര്യം ഓൾറെഡി ആദ്യത്തെ വരവിൽ യേശുക്രിസ്തു നിവർത്തി ചെയ്തെങ്കിൽ ഇനിയുള്ള 3ഉം നിവർത്തി ചെയ്യുമെന്ന് ആണ് പല പണ്ഡിതന്മാരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളത്. അതായത് ട്രംപറ്റ്സിന്റെ ഉത്സവ ദിവസമായ അന്ന് ഇത് അന്ത്യകാഹളത്തിൽ ഇത് സംഭവിക്കും. പക്ഷെ അന്ന് തന്നെ സംഭവിക്കണമെന്ന് നമുക്ക് അത് പറഞ്ഞ് ആ ദിവസം നമ്മൾ നോക്കി പാർത്തിരുന്നാൽ പോരാ, അതെപ്പം വേണേലും സംഭവിക്കും. യേശുക്രിസ്തു അതിനെപ്പറ്റി എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും. എന്താണ് യേശുക്രിസ്തു നമ്മളോട് വളരെ വ്യക്തമായിട്ട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തമാണ്. നിങ്ങൾ ഒന്നിനെ ഓർത്ത് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോയ പോലെ തിരിച്ചു വരുമെന്ന് വളരെ വ്യക്തമായിട്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അല്ലെ? പിന്നെ നമുക്ക് തിരിച്ച് മത്തായിയുടെ സുവിശേഷത്തിലോട്ട് പോയി നോക്കാം. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തവനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരുത്തൻ വയലിലിരിക്കുന്നു, ഒരുത്തൻ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുത്തൻ കിടക്കയിൽ. എന്താണിത്? ഇത് മൂന്ന് ടൈം സോൺ ആണ്. ദൈവം അന്ന് തന്നെ ഇത് പറയുമ്പോൾ ഇത് മൂന്ന്, അതായത് ഓസ്ട്രേലിയയിൽ ഒരുപക്ഷെ രാത്രിയാണെങ്കിൽ ഇസ്രായേലിൽ ഒരുപക്ഷെ പകലായിരിക്കും, ഇന്ത്യയിൽ ഒരുപക്ഷെ സന്ധ്യാസമയമായിരിക്കും. അതാണ് ഈ തിരികല്ലിൽ പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് പകൽ അധ്വാനിച്ചേച്ച് വൈകുന്നേരമാണ് തിരികല്ലിൽ പൊടിക്കുന്ന ഗോതമ്പ്. അതുപോലെ തന്നെ രണ്ടുപേർ കിടക്കയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അതായത് ഈ ഒരേ ടൈം സോണിൽ, അല്ലാതെ ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ഇത് ഞൊടിയുടയ്ക്കുള്ളിൽ കണ്ണി വെക്കുന്നതിനിടയിൽ ഈ സംഭവം സംഭവിക്കുമെന്നാണ് പറഞ്ഞു. ദൈവം യേശുക്രിസ്തുവിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നീട് പൗലോസിന് അത് കൂടുതൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ്, അത് മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് തന്റെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ, നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിച്ച് നമ്മളിപ്പം കാണുന്ന, എനിക്ക് തോന്നുന്നു 3 ഡയമെൻഷനിലാണെങ്കിൽ അത് 7 ഡയമെൻഷനോ 12 ഡയമെൻഷനോ മറ്റോ അങ്ങനെയാണ് ക്രിസ്തുവിനെ നമുക്ക് കൂടുതൽ അടുത്ത് മനസ്സിലാകുക. അതാണ് ദൈവത്തിന്റെ ഡയമെൻഷൻ എന്ന് സയൻസ് പറയുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്ന അന്ത്യകാഹളത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ ദ്രവത്വമുള്ളതും അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവമുള്ളത് അദ്രവത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഒരു വചനം, അതായത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഒരു വചനം ഇനി നിവർത്തിയാകാനുണ്ട്. അന്ന് ഈ വചനം നിവർത്തിയായിരിക്കും. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, അങ്ങനെ ഒരു പ്രവചനം നിവർത്തിയാകണം. ഇത് കണ്ണു മേയ്ക്കുന്നതിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഈ പടത്തിനകത്ത് നമുക്ക് കാണാം, മീനെ പെട്ടെന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന പോലെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിനുള്ളിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന് റാപ്ചർ എന്നാണ് പറയുന്നത്. എല്ലാ ബൈബിളിലും റാപ്ചർ എന്നുള്ള വേർഡ് ഇല്ല. ചില ബൈബിളിലൊക്കെ റാപ്ചർ എന്നുള്ള ബീയിങ് കോട്ടപ്പ് എന്നാണ്, അതായത് ടേക്കൺ അവേ, പെട്ടെന്ന് ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതിനാണ് ഈ സിനാരിയോയ്ക്കാണ് റാപ്ചർ എന്ന് പറയുന്നത്. പക്ഷെ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ല, അത് ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രൻ പോലും അറിയുന്നില്ല. അതായത് ഇതെന്ന് സംഭവിക്കുമെന്ന് അറിയുന്നില്ല. ദൈവം അടയാളമായിട്ട് അത്തിയെ കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഒരുക്കമുള്ള നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിക്കുക. നാളും നാഴികയെ സംബന്ധിച്ചു എന്റെ പിതാവ് മാത്രമല്ല, അത് ആരും സ്വർഗത്തിലെ ദൂതന്മാരും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷിച്ചു കൊണ്ടിരിപ്പിൻ, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളൊക്കെ നോക്കി, അതാണ് വാച്ച് ആൻഡ് പ്രേ എന്ന് പറയുന്നത്. എന്താ ചുറ്റുപാട്? ഇസ്രായേൽ വന്നു കഴിയുമ്പോൾ ചുറ്റുപാടും അനേക പ്രവചനങ്ങളുണ്ട്. ഇസ്രായേലിൽ കൂടാതെ അനേക കാര്യങ്ങൾ യേശുക്രിസ്തു പ്രവചിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രവചനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. ഉണർന്നും പ്രാർത്ഥിച്ച്, അതായത് വാച്ച് ആൻഡ് പ്രേ. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന്, അതായത് വേലയും കൊടുത്തിട്ട് വാതിൽക്കാവൻകാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ഈ ബൈബിളിലെ വേദഭാഗം എടുത്താണ് നമ്മൾ പാടുന്നത്. യജമാനൻ വരുമെന്നേരം ഉണർവുള്ളവരായി തീരും എന്നുള്ള പാട്ട് നമ്മൾ പാടുന്നത്. നമ്മളത് പാടിപ്പോവാണ്, അതിന്റെ മീനിങ് പലപ്പോഴും മനസ്സിലാകാതെ നമ്മൾ പാടിപ്പോവാണ്. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അതായത് അത്തി തളർത്തു വേണ്ട തലമുറയ്ക്ക് വേണ്ടി പ്രത്യേക അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് ദൈവം. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എന്താ അര കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഹിയർ ടു ഗോ. ഇനി ഏത് സമയത്തും നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പട്ടാളക്കാർ റെഡി ആയിട്ടിരിക്കുന്ന പോലെ റെഡി ഇരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും വന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും. അതായത് ഉണർന്ന് ഇരിക്കുന്ന അവർ ഭാഗ്യവാന്മാർ. എന്താണ്? അവരെ യേശുക്രിസ്തു തന്നെ അവരെ ശുശ്രൂഷിച്ച് പരിപാലിക്കും. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാം യാമത്തിൽ വന്നാലും അങ്ങനെ എങ്കിൽ അവൻ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടമൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തന്റെ വീട് തുറപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവിൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. വളരെയധികം ദൈവവചനം ഇതിനെപ്പറ്റി എഴുതി. നിങ്ങൾ ഉണർന്നിരിക്കുക എന്നുള്ള വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്.
അതുപോലെ തന്നെ യജമാനന്റെ ഇഷ്ടം ചെയ്യാതെ നമുക്കെല്ലാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞു. താലന്തിന്റെ ഉദാഹരണം എന്താ പറഞ്ഞത്? നമുക്ക് പല താലന്തുകൾ തന്നു വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് താലന്തെന്ന് പറയുന്നത് പലരും തെറ്റായ വ്യാഖ്യാനം, ഇത് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് പൈസയെ പറ്റിയല്ല, നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് കൂട്ടിയതെന്നും ഒക്കെയാണ് ദൈവം തിരിച്ചു വന്ന് ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായ ഹിന്റുകളുണ്ട്. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായ ഭൂമിയിലെ സകല സൗമ്യതയുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. മുമ്പ് നമ്മൾ വായിച്ചു, വെളിപാട് പുസ്തകത്തിൽ വായിച്ചു, കോപ ദിവസത്തിൽ എന്റെ വചനം കാത്തവരെ ഞാൻ മാറ്റും. അത് തന്നെ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് സെഫന്യാവിനകത്ത്. നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ, അവനെ അന്വേഷിപ്പിൻ, ക്രിസ്തുവിനെ അന്വേഷിപ്പിൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ഇതിനെപ്പറ്റി വളരെ തെറ്റായ പഠിപ്പീരുകളുണ്ട്. ഒത്തിരി പേര് പറയുന്നേക്കാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു വചനം, അതായത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് റാപ്ചറിന് വേണ്ടിയാണെന്ന് എഴുതിയിരിക്കുന്ന വചനം ഒന്നുമില്ലെന്നൊക്കെ പലരും ആർഗ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതൊരു വ്യക്തമായിട്ട് വചനമാണിത്. സോ ക്രൈസ്റ്റ് ഹാവിംഗ് ബീൻ ഓഫേർഡ് വൺസ് ടു ബിയർ ദ സിൻസ് ഓഫ് മെനി വിൽ അപ്പിയർ എ സെക്കൻഡ് ടൈം, നോട്ട് ടു ഡീൽ വിത്ത് സിൻ. പാപത്തിന് വേണ്ടിയല്ല വരുന്നെന്നുള്ളത് വളരെ വ്യക്തമാണ്. ബട്ട് ടു സേവ് ദോസ് ഹു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ഹിം. ഇത് കൂടെ എന്താണ് വ്യക്തത വേണ്ടത്? പാപത്തിന് വേണ്ടി ഡീൽ ചെയ്യാൻ വേണ്ടി അല്ല, അതിനുവേണ്ടി വേറൊരു വരവാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലായി, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മധ്യാകാശത്തിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ സ്വർഗത്തിലോട്ടാണ് പോകുന്നത്. അല്ലാതെ യേശുക്രിസ്തുവിന് 2 വരവേ ഉള്ളൂ. നമ്മൾ അത് തെറ്റിദ്ധരിക്കുകയാണ്. 3 വരവുണ്ട്. 3 വരവില്ല. യേശുക്രിസ്തു നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അത് മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ അർത്ഥം വന്നിട്ട്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വായിക്കാൻ പറഞ്ഞത്. ഇതുകൂടാതെ വേറെ അനേകം വചനങ്ങളുണ്ട്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. മനസ്സിലായോ? വെയിറ്റ് ഫോർ ഹിസ് സൺ ഫ്രം ഹെവൻ ഹൂം ഹി റേസ്ഡ് ഫ്രം ദ ഡെഡ്, ജീസസ് ഹു റെസ്ക്യൂ അസ് ഫ്രം ദ കമ്മിങ് റാത്ത്. എന്ത് വ്യക്തമായിട്ട് വചനം എഴുതിയിരിക്കുക. അത് എന്താ റാത്ത്? അന്ത്യകാലത്തെ വലിയ പീഡ എന്താണ്? ദൈവകോപം എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ദൈവം നമുക്ക് വചനത്തിൽ കൂടെ വാഗ്ദത്തം തന്നു. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനാണ് നിയമിച്ചിരിക്കുന്നത്. ഫോർ ഗോഡ് ഡിഡ് നോട്ട് അപ്പോയിന്റ് us to suffer wrath. അതായത് ക്രിസ്ത്യാനികളെ റാത്തിന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് റാത്ത് വരുന്നത്. ബട്ട് ടു റിസീവ് സാൽവേഷൻ ത്രൂ അവർ ലോർഡ് ജീസസ്. എന്ത് വ്യക്തമായിട്ട് വചനം പറയുന്നു. നമ്മൾ ദൈവകോപത്തിന് വേണ്ടിയല്ല നമ്മൾ അപ്പോയിന്റഡ് ആയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കുക. യേശുവിൻ അപ്പം ചിലർ പറയുന്ന കേൾക്കാം, ഇല്ല അത് നമ്മൾ ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആൾക്കാർക്ക്, പേടിയുള്ള ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നുമല്ല. യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല പാപവും നമ്മെ പോക്കി ശുദ്ധീകരിക്കുന്നത്. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ ക്ലെൻസത്ത് ഫ്രം ഓൾ സിൻ. അതായത് നമ്മൾ മണവാട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സഭ, മണവാളൻ 7 കൊല്ലം ഇവിടെ വന്ന മണവാട്ടിയുടെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അടിച്ച് നശിപ്പിച്ചേച്ച് കൊണ്ടുവന്ന ഒരു മണവാളിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് നമ്മുടെ സാൽവേഷന് വേണ്ടി വരുന്ന മണവാളിനെ. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സകല പാപവും അദ്ദേഹത്തിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്ത്. അപ്പം ഈ പാപത്ത് വീണ്ടെടുപ്പില്ലാത്തവരാണ് ഇങ്ങനെ പല തെറ്റായ പഠിപ്പീരുകളും പഠിപ്പിക്കുന്നത്. നമ്മുടെ ബ്ലസ്സഡ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അതിന്റെ ബാക്കിയായിട്ട് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തന്റെ മഹത്വത്തോട് ശരീര അനുരൂപനായ ഇത് റാപ്ചറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന തന്റെ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വന്ന 7 കൊല്ലം കഴിഞ്ഞു വന്ന് രക്ഷിക്കാനായിട്ടാണെങ്കിൽ അത് രക്ഷിതാവല്ലല്ലോ. ഇവിടെ നമുക്കറിയാം 80% ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് യേശുക്രിസ്തു എന്തിനാണ് രക്ഷിക്കുന്നത്? അതിന് മുൻപേ തന്നെ ഇവിടെ നമ്മളെ രക്ഷിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അത് യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി. ഇതേ പാസേജ് നമ്മൾ കണ്ടു ലൂക്കോസിന്റെ 21 പറഞ്ഞിട്ടുണ്ട്. അതായത് അതി തളിർത്ത് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പ്രവചനത്തിന്റെ ക്ലോക്ക് വീണ്ടും ടിക്ക് ചെയ്ത് തുടങ്ങും. അതുകൂടാതെ അനേക പ്രവചനങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ യേശു പഠിപ്പിച്ചത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുക. എന്താണ്? ഇസ്രായേലിന്റെ തിരിച്ചുവരവും ജാതിയോട് എതിർക്കുന്നതും അങ്ങനെ കുറെ സംഭവങ്ങൾ യേശുക്രിസ്തു ബൈബിളിൽ ഇത് കൂടാതെ 16ഓളം കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പ്രവചനങ്ങൾ അങ്ങോട്ട് സംഭവിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ കാണാതെ വിശ്വസിക്കേണ്ട, പ്രവചനം ഫലിച്ച് സംഭവിച്ചു തുടങ്ങുമ്പോൾ
നിങ്ങളുടെ വീണ്ടെടുപ്പ്. എന്താണ് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് അത് കാണുന്ന പോലെ ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങളെ സാൽവേഷൻ ചെയ്യുക, നിങ്ങൾ നശിച്ചു പോകുന്നതിന് മുമ്പേ സാൽവേഷൻ ചെയ്യുക. ഇതൊക്കെ പഴയ നിയമത്തിലൊക്കെ ഇതിനെപ്പറ്റി വ്യക്തമായ ഹിന്റുകൾ കൊടുത്തിട്ടുള്ള വചനങ്ങളാണ്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അതുപോലെ തന്നെ കാത്തിരിപ്പിന്റെ പ്രത്യേകത എന്നാണ്, കാത്തിരിപ്പിന്റെ പ്രയോജനം എന്താണ് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ബൈബിൾ വേഴ്സസ് ആണ്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടി. അതായത് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭീതിയാണോ? നിങ്ങൾ അതിന്റെ അർത്ഥം അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് പ്രിയമില്ലെന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് എല്ലാവർക്കും ജീവകിരീടം വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. ഇത് യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ആൾക്കാർ പറയും ഈ ലോകാവസാനത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്. അങ്ങനെ ഇത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലസ്സഡ് ഹോപ്പാണ്, അല്ലാതെ അതിനെപ്പറ്റി ഭയപ്പെടാനല്ല. നമ്മൾ ഒരുങ്ങിയിരിക്കാത്തവർക്കാണ് ഈ ഭയം ഉണ്ടാകുന്നതെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുപോലെ വരുമ്പോൾ ഒരുങ്ങിയിരിക്കാത്ത ആൾക്കാർക്ക് വരുന്ന ശിക്ഷാവിധി എന്താണ്? അവരെ കപടഭക്തിക്കാരോടുകൂടാണ് പങ്കുകൽപ്പ്. എന്തുവാണ്? നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്നു. യേശുക്രിസ്തു ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും പല ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ വെളിപ്പെടുത്തുന്ന നാളിൽ ആവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീടിനകത്ത് സാധനം എടുക്കാൻ ഇറങ്ങിപ്പോകരുത്, വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. എന്താ പിന്നോക്കം തിരിയരുതെന്ന് പറഞ്ഞാൽ ലോത്തിന്റെ ഭാര്യയെ മുന്നോട്ട് വായിക്കുകയാണ്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവി. തന്റെ ജീവനെ നേടുന്നവൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ രണ്ടുപേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് ഈ തലമുറയിൽ പൈസ കൂടി വന്ന് നിങ്ങൾ ഇവിടെ ഈ ഭൂമിക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ, പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ തിരിഞ്ഞു നോക്കി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ലോകത്തിന്റെ വൈഫിന്റെ കാര്യം പോലെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ ഈ ലോകത്തെ പറ്റി ചിന്തിക്കരുത്. അതൊക്കെ ദൈവം നോക്കിക്കോളും. നിങ്ങൾ മുന്നോട്ട് നോക്കി ഓടിക്കോളാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്റെ കുടുംബവും രക്ഷിക്കപ്പെടുക. ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്, നീ യഹോവയിൽ ആശ്രയിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പക്ഷെ ഇത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള രക്ഷപ്പെടിയിലാണെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞത് രണ്ടുപേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, മറ്റവളെ ഉപേക്ഷിക്കും. രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തരം. അതുപോലെ അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരു ഭവനത്തിലുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെട്ട ഒരാൾ എന്തുകൊണ്ട് അത് കുടുംബം മുഴുവനോടെ രക്ഷപ്പെടുന്നില്ല? അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അന്ന് ലോത്തിനെ അബ്രഹാം നിർബന്ധിച്ചതുകൊണ്ട് ലോത്തിനെ രക്ഷപ്പെടുത്തി. പക്ഷെ ദൈവം അത് കഴിഞ്ഞ ഒരു അമെൻമെന്റ് ഇതിനായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കാം. എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കും. ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോകത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലന നാശം വരുത്തുകയാൽ ലോത്തിനെ ആ ഉന്മൂലന നാശത്തിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ലോത്തിനെ വിടുവിച്ചുകൊണ്ട് ലോത്തിന്റെ മക്കളെയൊക്കെ വിടുവിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം രണ്ടാമത് വരുവാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വചനം പറയാം. അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ നോഹയും ദാനിയേലും ഇയ്യോബും അതിൽ ഉണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയെന്ന് യഹോവയുടെ കർത്താവിന്റെ അരുളപ്പാട്. അതായത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള വളരെ വ്യക്തമായിട്ട്, അതായത് റാപ്ചറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് പേഴ്സണലി ഇത് ദൈവമായിട്ടുള്ള റിലേഷനും നിങ്ങൾ ദൈവവചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസവും കൊണ്ട് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുക. അല്ലാതെ നാട്ടുകാർക്കെല്ലാം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയില്ലെന്നുള്ള വളരെ വ്യക്തമായിട്ട് ദൈവം അമെൻമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ട് നിവർന്ന് തല പൊക്കുവീൻ. ഒരു ഉപമയും അവരോട് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് പൊതുവെ നിങ്ങൾ അറിയുന്നല്ലോ. ആവണ്ണം തന്നെ ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് ഗ്രഹിപ്പീൻ. ഈ മുമ്പ് നമ്മൾ പറഞ്ഞു അത്തി എന്ന് പറയുന്ന ഇസ്രായേൽ. അപ്പം ചിലരൊക്കെ ചോദിക്കും, അത്തി അങ്ങനെയാണെങ്കിൽ അത്തി മുതലായ വൃക്ഷങ്ങൾ എന്തുകൊണ്ടാണ് അത്തി മുതലായ ലൂക്കോസിന്റെ സുവിശേഷം? അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന അറബി രാജ്യങ്ങളും ഈവൻ ഇന്ത്യയും എല്ലാം വന്നത് ആ ഒരു 10-20 കൊല്ലത്തെ കാലഘട്ടത്തിനാണ്. അതുകൊണ്ടാണ് അത്തി പോലുള്ള മറ്റു മരങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ 4-5 രാജ്യങ്ങളുടെ പേരെ എഴുതിയിട്ടുള്ളൂ. നമുക്ക് കഴിഞ്ഞ 2000 വർഷങ്ങൾ ഒരനക്കവും ഇല്ലാത്ത പ്രവചനങ്ങൾ ഒന്നൊന്നായിട്ട് ഫലിക്കാൻ തുടങ്ങിയത് 1948 ഇസ്രായേലിന്റെ തിരിച്ചുവരവോടാണ്. ചുറ്റും കടന്ന് ഈവൻ പാകിസ്ഥാൻ, ഇന്ത്യ എല്ലാം ആ വർഷമാണ് ഉണ്ടായത്.
സൗദി, ലെബനോന്, ഇറാഖ്, സിറിയ, കുവൈറ്റ്, ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം ആ സമയങ്ങളിലാണ്. ഇതിന് ചുറ്റുപാടും കിടന്ന രാജ്യങ്ങൾ. ഇതെല്ലാം അന്ത്യകാലത്ത് വളരെ എന്താ പറയുന്നത് പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ്. ഇസ്രായേലിനോടനുബന്ധിച്ച് കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും. അതിനുവേണ്ടിയാണ് അത്തിയുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള മരങ്ങളും എല്ലാം കായ്ക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നുള്ളത് ഓർത്തോളുക. അതുപോലെ ലൂക്കോസിന്റെ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ കഴിഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1 by 1 ആയിട്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂമിയിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾക്ക് പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. ദൈവവചനം എന്ത് വ്യക്തമാണ്. അതിന്റെ ആക്യുറസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വചനമാണിത്. അതായത് യേശുക്രിസ്തുവിന്റെ വരവിനെ പറ്റി പറഞ്ഞ് നമുക്കറിയാം എന്താണ് അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകളാൽ. 3 കാര്യങ്ങളാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതായത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്തെ പ്രത്യേകത എന്താണ്? അതിഭക്ഷണം. നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, അതേസമയം 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി. ഇന്ന് നമ്മൾ ഈ 4 കൂട്ടത്തിൽ നമ്മൾ മിക്കവാറും 5 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാ. ഇത് തന്നെയാണ് ദൈവം പറഞ്ഞ അതിഭക്ഷണം. പിന്നെന്താ പറഞ്ഞ മദ്യപാനം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ട കാര്യമല്ല. ഇന്ന് കഴിഞ്ഞൊരു 20 കൊല്ലമായിട്ട് മദ്യപാനം എത്രയോ കൂടിയോ അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഉപജീവന ചിന്തകൾ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഒരു തലമുറയാണ്. പക്ഷെ ഉപജീവന ചിന്തകൾ ഒട്ടും കുറവില്ല. ഉപജീവന ചിന്തകൾ കൂടിയെങ്കിലേ ഉള്ളൂ. അതിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാച്ച് ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ്? അതിഭക്ഷണവും മദ്യപാനവും ഉള്ളത് പൈസ ഉള്ളപ്പോഴാണ്. പക്ഷെ ഇത് രണ്ടും ഒരിക്കൽ തന്നെ ഉപജീവന ചിന്തകൾ എന്താണ്? പൈസയ്ക്ക് എത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നതാണ് ഉപജീവന ചിന്തകൾ. എന്തുമാത്രം ബില്ലുകളൊക്കെ അടച്ചാലാണ് നമുക്ക് പറ്റുന്നത്. അപ്പൊ ദൈവവചനത്തിന്റെ പ്രിസിഷൻ മനസ്സിലാക്കണേ അതിന്റെ ഉള്ളിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്താ അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ, കെണി എന്നാണ് അത് ആക്ച്വലി, കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു. എന്താണ് കെണിയുടെ പ്രത്യേകത? അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോയി. അതായത് റാപ്ചർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കെണിയാവുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം അതുപോലെ തന്നെ അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടുവരിപ്പിൻ. ഒന്ന് ആലോചിച്ച് നോക്കി. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവത്തിനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു തന്നെ പഠിപ്പിച്ചാണ്. ഇതിനെപ്പറ്റി ആയിരിക്കും നമ്മളൊരു പക്ഷെ പ്രാർത്ഥന പാടുന്ന. സംഭവിപ്പാനുള്ളത് ഒഴിഞ്ഞു പോകണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ചാണ്. ഞാൻ ചില തെറ്റായ പഠിപ്പീരുകളൊക്കെ ഈ റാപ്ചറിനെ പറ്റിയുണ്ട്. അവർ പറയുന്നത് ഇല്ല, ഈ 7 കൊല്ലത്തെ പീഡനകാലത്ത് കൂടെ കടന്നു പോയാലേ സഭയ്ക്ക് രക്ഷയുള്ളൂ, അത് കടന്നു പോകാൻ അതിനെപ്പറ്റി ഭയപ്പെടാതിരിക്കണം. എന്തിനാ? യേശുക്രിസ്തു തന്നെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇത് സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുക്രിസ്തു തന്നെ പാടി. അത് നമുക്ക് പിതാക്കന്മാർ വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ പാടുന്ന തന്നെ. ക്രോധത്തിനോട് കാലത്ത് നീതിനടി നാം മേൽക്കായ ദൈവത്തോടായി. എന്താണ് ക്രോധം? നമ്മൾ മുമ്പേ കണ്ടു. റാത്ത്. ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാം മേൽക്കായവാൻ ദൈവത്തോടായവർ പ്രാർത്ഥിക്കുക. അത് പുന്നമേ ഇത് പിതാക്കന്മാർ ഇത് എഴുതി വെച്ചിരിക്കുക. നമ്മളിത് പലപ്പോഴും പാടി അങ്ങ് പോകുന്നേ ഉള്ളൂ, നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറൊരു വചനം കൂടെ നോക്കാം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങളെ നിമിത്തം കരഞ്ഞു മുറവിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് മുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നുക്ക് വെള്ളിയും കറ പിടിച്ചും ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാം. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. വളരെ വ്യക്തമല്ലേ? ഇത് ഈ തലമുറ പോലെ പൈസ ഉണ്ടാക്കിയ ഒരു തലമുറയില്ല. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിക്കും. ഇന്നറിയാം, നമ്മൾ കർഷകൻ ആത്മഹത്യ ചെയ്യാണ്. നമ്മൾ പലപ്പോഴും ഒരു സൈഡിൽ ആഡംബരം കൊണ്ട് പുളച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ആത്മഹത്യ. ഇത് യാക്കോബ് 2000 വർഷം മുന്നേ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ അന്ത്യതലമുറയെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ തിരിച്ചു വരാം മത്തായിയുടെ സുവിശേഷത്തിനകത്ത്. അതായത് അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. യേശുക്രിസ്തു പറഞ്ഞു അത്തി തളിർക്കുന്ന, അതായത് ഇസ്രായേൽ തിരിച്ചു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ ഞാൻ വാതിക്കൽ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോ. ഇതൊക്കെയും സംഭവിപ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. അതായത് അത്തി തളിർത്ത കണ്ട തലമുറ ഇരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നടക്കണം. അപ്പൊ നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോവുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നുള്ളത് ബൈബിളിൽ പറഞ്ഞു. പക്ഷെ വചനം ഒഴിഞ്ഞു പോകത്തില്ല. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തോളം തന്നെ വലിപ്പമാണ് ദൈവവചനത്തിലും. അപ്പൊ ഇനി നോക്കണ്ട. അപ്പൊ എന്താണ് നമ്മൾ ഈ തലമുറയിൽ, യേശുക്രിസ്തു പറഞ്ഞു ഈ തലമുറയിൽ തന്നെ ഇത് സംഭവിക്കും. ഈ തലമുറ എന്താണെന്ന് മാത്രമാണ് കൺഫ്യൂഷൻ. തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറയെ പറ്റി പറഞ്ഞിരിക്കുന്ന 1-2 വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം.
നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങളുടെ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് വന്നവരായ ബെരഖ്യാവിന്റെ മകനായ സെക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി കരഞ്ഞ് പറയുന്ന ഒരു വേദഭാഗമാണിത്. അതായത് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം കഴിഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞ പോലെ തന്നെ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ തലമുറയുടെ മേലെ AD 70 ആക്രമിച്ച് അവരെ 11 ലക്ഷം യഹൂദൻ കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരിടത്ത് ഒരു തലമുറയെ പറ്റി പറഞ്ഞിരിക്കുന്നത് 40 കൊല്ലമാണ്. അതുപോലെ തന്നെ വേറൊരിടത്ത് നമുക്കറിയാം ഇസ്രായേൽ ജനം മരുഭൂമി കൂടെ 40 കൊല്ലം നടന്ന ഒരു തലമുറ കഴിഞ്ഞുപോയി. അപ്പൊ അങ്ങനെയാണ് ന്യായമായിട്ട് ചോദിക്കുക. അങ്ങനെയാണ് 1948 വന്ന തലമുറ, അങ്ങനെ 1988 ഇത് സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്ത് കണ്ടു ദൈവം പെട്ടകം പണിതുകൊണ്ടിരുന്ന സമയത്ത് ദീർഘക്ഷമയോടെ കാത്തിരുന്നു നമ്മൾ അടത്ത് കണ്ടു. അതായത് ഈ 40 കൊല്ലം കൊണ്ട് ഒരുപക്ഷെ ഇത് കടന്നു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ഒരുപക്ഷെ ഇത് അറിയാതെ നമ്മൾ കെണി പോലെ ഇതിനകത്ത് ഉൾപ്പെട്ടു പോയേനെ. ദൈവം വീണ്ടും ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അന്ന് 120 കൊല്ലം കാത്തിരുന്നു. പക്ഷെ ഇന്ന് 120 കൊല്ലം കാത്തിരിക്കാൻ നമുക്ക് പറയാൻ പറ്റുകയില്ല. മുമ്പേ നമ്മൾ വായിച്ചാണ് ആ പ്രവചനത്തിന്റെ നിവൃത്തി കൂടെ വന്നാലേ പറ്റുള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നത് എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയുടെ അതിലുള്ള പണികളും വെന്തുപോകും. അതായത് യേശുക്രിസ്തു നമുക്ക് ദീർഘക്ഷമയുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ ദിവസം അവസരങ്ങൾ തരുന്നതെന്നുള്ള മനസ്സിലാക്കുക. തലമുറയുടെ ഡെഫിനേഷൻ അറിയത്തില്ല, എങ്കിലും ഒരു ബൈബിൾ വചനോടെ പറയാം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന് പ്രതാപവും പ്രയാസവും ദുഃഖവും അത്ര. അത് വേഗം തിരികെ ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. അറിയത്തില്ല 70 സംവത്സരം. ഇപ്പൊ നമുക്കറിയാം ഇസ്രായേൽ വന്നിട്ട് 65 കൊല്ലമായി. 70 സംവത്സരം കൊണ്ട് ചിലപ്പോൾ പക്ഷെ നമ്മൾ പറന്നു പോകാം, അല്ലെങ്കിൽ 80. പക്ഷെ അതിനൊരു ഡേറ്റ് പറയാൻ യേശുക്രിസ്തു പോലും പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചു എന്റെ പിതാവും മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പൂത്തുന്നും കൂടെ അറിയുന്നില്ല. ഇത് ഏറ്റവും അടുത്തിരിക്കുന്നത് മാത്രം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് പിന്നീട് നമുക്ക് പഠിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജനസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധമായും നിഷ്കളവുമായ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്താനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം യേശുക്രിസ്തു മണവാളനാണ്, സഭ മണവാട്ടിയും. അതുപോലെ തന്നെ ഈ റാപ്ചറുമായിട്ട് ബന്ധപ്പെട്ട വേറെ 1-2 വചനങ്ങൾ പഠിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് അന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ധർമ്മം പ്രവർത്തിക്കുന്നത് എന്നെ വിട്ടു പോകുവിനെന്ന് പറയും. എന്താണ് ഈ റാപ്ചർ നടന്നു കഴിയുമ്പോഴായിരിക്കും അനേക ആൾക്കാർ, സോക്കോൾഡ് വലിയ ഭക്തന്മാര് ഇത് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ നമ്മൾ കണ്ടു 38 കൽപ്പനകൾ. ഒരു കൽപ്പനയാണ് നിങ്ങൾ നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ഒരുങ്ങുക. ഒരു കൽപ്പന പോലും നമുക്ക് തെറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു കൽപ്പന, അതായത് ബാക്കി പ്രാർത്ഥിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന അനേക കള്ളക്രിസ്ത്യാനികളുണ്ട്. അവർ എല്ലാം കള്ളക്രിസ്ത്യാനികളല്ല, അവരുടെ വയറ് വീർപ്പിക്കാൻ വേണ്ടിയാണ്. സത്യമായിട്ടും യേശുക്രിസ്തുവിന്റെ എല്ലാ വചനങ്ങളും നോക്കി ഇരിക്കുന്ന ആൾ ഈ 38 കൽപ്പനയുണ്ട്. 38 കൽപ്പനകളും പൂർത്തിയാക്കുന്ന, അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച് എന്റെ സഹിഷ്ണുതയുടെ വചനം നീ മുറുകെ പിടിച്ചതുകൊണ്ട് ലോകത്ത് എമ്പാടും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ഇത് നോക്കിയിരിക്കാതെ യേശുക്രിസ്തുവിനെ വിറ്റ് കാശാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയ അനേകം ആൾക്കാർ അന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ വേറൊരു വചനം, രക്ഷിക്കപ്പെടുന്ന ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവൻ അവരോട്, ഇടുക്ക് വാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കൾ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ള എന്നെ വിട്ടുപോയി എന്ന് പറയും. നോർത്ത് നോക്കി, നമ്മള് ഈ വീട്ടുടവൻ എഴുന്നേറ്റ് കഥ അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാപ്ചറിനെ പറ്റിയാണ്. നമ്മൾ മുന്നേ കണ്ടു, പെട്ടകത്തിന്റെ വാതില് ദൈവം അടച്ചു, പിന്നീട് ആർക്കും പ്രവേശിക്കാൻ കഴിയുകയില്ല.
അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അനേകർ പറയും, ദൈവമേ ഞങ്ങൾ പള്ളിയിൽ വരികയും അന്ന് നിന്റെ നാമത്തിൽ കഞ്ഞി കുടിക്കുകയും നീ പറഞ്ഞ പ്രസംഗമൊക്കെ കേട്ടിട്ട് നിങ്ങളെ എന്താണ് കൊണ്ടുപോകാത്തത്? നമുക്കറിയത്തില്ല നമ്മൾ എന്തൊക്കെ ഇനി ചെയ്യാനുണ്ടായിരുന്നത് ബാക്കിയുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ കുറവോ എന്താണല്ലേ ഈ കൽപ്പന മുറുകെ പിടിക്കാത്തതുകൊണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ കുറവുകൾ എത്രയും വേഗം നികർത്തുക എന്നുള്ളതേ ഉള്ളൂ. വീട്ടുടവൻ എഴുന്നേറ്റ് കഥ അടച്ച ശേഷം എന്നുള്ളത്, ആ കഥ അടയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി അറിയാം. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു, സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിൽ അടച്ചു. പെട്ടകത്തിന്റെ വാതിൽ യഹോവയാണ് അടച്ചത്. അതുകൊണ്ട് വീണ്ടും ആർക്കും തുറക്കാൻ പറ്റുകയില്ല. താൽമുടുകൾ പറയുന്ന വെള്ളപ്പൊക്കം അങ്ങോട്ട് വന്ന് 7,00,000 പേര് ഈ പെട്ടകത്തിന് ചുറ്റും വന്ന് ആർത്ത് ഞങ്ങളെ കൂടെ രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞു വിലപിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ അനേക വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറായ നഗ്നരായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പും സൂക്ഷിച്ചുകൊണ്ട് ജാഗരിച്ചും കൊള്ളുവൻ. അതായത് യേശുക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെ. എന്താണ് കള്ളന്റെ പ്രത്യേകത? അറിയത്തില്ല. കള്ളൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ കള്ളന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കള്ളൻ വന്ന് വീട്ടിലെ ഏറ്റവും വിലയേറിയ സാധനങ്ങൾ, അതായത് സ്വർണവും പൈസയും ഒക്കെയാണ്, അല്ലാതെ അലൂമിനിയം കല്ലും അങ്ങനെ സാധനങ്ങളൊന്നുമല്ല കള്ളൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മൾ സ്വയം നമുക്ക് യേശുക്രിസ്തുവിന്റെ കണ്ണിൽ, അതായത് കള്ളന്മാരെ പോലെ വരുന്ന ക്രിസ്തുവിന്റെ കണ്ണിൽ വിലയേറിയവരായിട്ട് നിൽക്കുക എന്നുള്ളത് കൽപ്പനയാണ് യേശുക്രിസ്തുവിന്റെ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിലുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സ്വബോധവുമായുള്ളവരായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരായ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ച് സുബോധമായിരിക്കുക. പൗലോസ് തെസലോനിക്കർക്ക് എഴുതാണ്, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അവർക്കിത് കള്ളനെ പോലെ, ആ നാൾ അവർക്ക് കള്ളനെ പോലെ വരും. പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് കള്ളനെ പോലെ വരേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് വചനം 100 പറയുന്നുണ്ട് രക്ഷയ്ക്കായിട്ട് വരുമെന്നുള്ളത്. നമ്മൾ ഉണർന്ന് പകലിനുള്ളവരായാൽ വിശ്വാസവും സ്നേഹവും രക്ഷയുടെ പ്രത്യാശയും ധരിച്ച് ബോധത്തോടെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുന്നമേ നമ്മൾ കണ്ടു, അര കെട്ടിയും വിളക്ക് തെളിഞ്ഞും റെഡി ആയിട്ടിരിക്കുക. എന്താണ് അര കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, അവര് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോരുന്നതിന് മുൻപേ എന്തായിരുന്നു, അവരോട് പറയും, നിങ്ങൾ ഊനമില്ലാത്ത ഒരു വയസ്സുള്ള ആണാടിനെ എടുത്ത് അതിനെ ബലി കൊടുക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമില്ല, സന്ധ്യാസമയത്തിന് അതിനെ അറക്കണം. എന്നിട്ടെന്താ, അവര് ബ്ലഡ് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും അവർ പുരട്ടെ. ഇന്നും അത് യഹൂദൻ ചെയ്യുന്നുണ്ട്. എന്തോ ചെയ്യുന്നു, അവർക്കറിയാൻ മേലാതെ സംഭവിക്കുക, അത് കുരിശു വരയ്ക്കുക, കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടെ. അതായത് യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ, എന്താണ് തിടുക്കം? അതായത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പോകാൻ റെഡി ആയിക്കോണം എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് ഇവർ ചെയ്യും. ഇന്നും അവരത് ചെയ്യുന്നുണ്ട്. അവർ അവർക്ക് യേശുക്രിസ്തുവിന്റെ അവരുടെ ഹൃദയം തടിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാകാതെ പോവുകയാണ്. പക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അര കെട്ടിയും കാലിന് ചെരിയും, അതായത് യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനി ടൈം നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ പഴയ നിയമത്തെ അവരുടെ എല്ലാ ആചാരങ്ങളും ശാബത്ത് ദിവസവും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്തോ ആയിരുന്നു, അവര് യേശുക്രിസ്തുവിന്റെ വരുവാനുള്ള നിഴലായിരുന്നു. ഇസ്രായേലിനെ നമുക്കൊരു നിഴലായിട്ടാണ്. ഇസ്രായേലിനെ പറ്റിയ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് വരാനുള്ള സംഭവങ്ങൾ മനസ്സിലാക്കി ഒഴിഞ്ഞു പോകണം. അതുപോലെ തന്നെ ഈ നാളുകൾ അടുത്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളു. എന്താണ് പ്രത്യാശയുടെ സ്വീകാരം? യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവാണ് പ്രത്യാശയുടെ സ്വീകാരം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമ്മൾ തമ്മിൽ പ്രബോധിച്ചതുകൊണ്ടും സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പിൻ. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നവരും അധികമായി ചെയ്യേണ്ടതാണ്. അതായത് അത്യുതളർത്ത വേറെ അനേക പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ നിവർത്തിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക, അതായത് പ്രസംഗങ്ങളും കേൾക്കുകയും ബൈബിൾ വായിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യാനാണ് പൗലോസ് പറയുന്നത്. യഹോവയുടെ കോപ ദിവസം നിങ്ങൾക്ക് മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. കൂടി വരും. എന്താണ് യഹോവയുടെ കോപ ദിവസം? നമ്മൾ കണ്ട് 7 വർഷത്തെ കോപ ദിവസം വരുന്നതിന് മുമ്പേ കൂടി വരുവിൻ. എന്താ കൂടി വന്ന? യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായ ഭൂമിയിലെ സകല സൗമ്യതയുള്ളവരെ അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. യഹോവയുടെ കോപ ദിവസത്തിൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ആദ്യം സഭ മാറ്റപ്പെടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അന്തിക്രിസ്തുവിന്റെ വരവ്. എന്താ അത് എവിടെ മനസ്സിലാകുന്നു? 2 തെസ്സലോനിക്കർ ആരും ഏത് പിതനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ. ആരാണ് നാശയോഗ്യനും അധർമ്മമൂർത്തിയും? അന്തിക്രിസ്തു.
അവൻ അത് പിന്നെ അന്തിക്രിസ്തുവിടെ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്ന പൂജാവിഷയം എന്ന പേരുള്ള സകലത്തിന്റെ മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വിശ്വാസ ത്യാഗം സംഭവിക്കുക, അതായത് നമുക്കറിയാം ഇന്ന് ക്രിസ്തീയ സഭയിൽ നിന്ന് പല ആൾക്കാരും അമേരിക്കയിലൊക്കെ പള്ളികളൊക്കെ ഇന്ന് ബൈബിൾ ദൈവവചനത്തൊന്നും യാതൊരു വിലയുമില്ലാതെ അങ്ങനെ വിശ്വാസ ത്യാഗം സംഭവിച്ച് അത് കഴിഞ്ഞിട്ട് വേണം നാശയോഗ്യനും അധർമ്മമൂർത്തിയായൻ വെളിപ്പെട്ട് വരാൻ. 7-ാമത്തേത് മുതൽ നോക്കി, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. ആരാണ്, അതായത് അധർമ്മമൂർത്തി ആരാണ് തടുക്കുന്നതെന്നുള്ളത് വലിയൊരു കോൺട്രാവേഴ്സറിയാണ്. ഇത് തടുക്കാൻ ചിലർ പറയുന്നു സഭയാണ് തടുക്കുന്നത്, ചിലർ പറയുന്നു പരിശുദ്ധാത്മാവാണ് തടുക്കുന്നത്. ഇതിന് വ്യക്തമായ ഉത്തരമില്ല. നമ്മൾ ചോദിക്കും, നമുക്ക് സഭയ്ക്ക് തടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു നോക്കാം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെന്ന് ഞാൻ. എന്താണ് അന്തിക്രിസ്തു വരുന്ന പാതാളത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് വെളിപാട് പുസ്തകം പറയുന്നത്. പാതാള ഗോപുരത്തിനെ സഭയ്ക്ക് ജയിക്കാൻ കഴിയുകയില്ലെന്നാണ്. അതായത് സഭ ഇവിടെ നിൽക്കുമ്പോൾ ഇത് തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവുക മാത്രം വേണം. സഭ ഇവിടെ നിൽക്കുമ്പോൾ അന്തിക്രിസ്തുവിന് വരാൻ പറ്റുകയെന്ന് ഒരു കൂട്ടർ പറയുന്നു. ഒരു കൂട്ടർ പറയുന്നു അതല്ല, പരിശുദ്ധാത്മാവാണ് തടുക്കുന്നത്. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഇവിടുന്ന് കയറി പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ അത് വ്യക്തമായ നമുക്ക് അറിയാം. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞും ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 1,44,000 പ്രവാചകന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. അനേകം പേര് കഴുത്തറക്ക കൊല്ലും, അതെല്ലാം പരിശുദ്ധാത്മാവ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ടെന്നും പറയുന്നു, സഭയാണ് എന്താണ് വ്യക്തമായിട്ട് ഉത്തരമില്ല. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിന്റെ സമയത്ത് നമ്മൾ വായിക്കുക, ക്രിസ്തുവിന്റെ പ്രവാചകന്മാരെ ക്രിസ്ത്യാനികളെ കൊല്ലിക്കുകയാണ്, അപ്പൊ അവരെ ജയിക്കുകയാണ്. അപ്പൊ അതേസമയം ഇവിടെ പറയുന്നു പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അപ്പം ഇവിടുന്ന് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടാണോ എന്തോ അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഇതില്ല. വേറൊരു വചനം കൂടെ, ഇതിപ്പോ ഇത്ര എന്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അത്തി തളർക്കുന്നതിനെ പറ്റിയായിരുന്നു. ഒരു വചനം കൂടെ പറഞ്ഞോട്ടെ. ദർ വിൽ ബി ഫാമിൻസ് ആൻഡ് എർത്ത്ക്വേക്സ് ഇൻ വേരിയസ് പ്ലേസസ്. മത്തായിയുടെ സുവിശേഷം 24:7. ഇത് കഴിഞ്ഞ 108 കൊല്ലത്തെ എർത്ത്ക്വേക്കിന്റെ ഗ്രാഫാണ്. അതുകൊണ്ട് ഇതുണ്ട് 2000 മുതൽ ഗ്രാഫിന്റെ അകത്ത് വരുന്ന വ്യതിചലനം കണ്ടോ. 6.5 മേളിലുള്ള എല്ലാ കഴിഞ്ഞ 100 വർഷത്തെ ഭൂചലനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഒരു വർഷം അങ്ങേയറ്റം 5 എണ്ണത്തിൽ കൂടുതൽ കഴിഞ്ഞ 2000 വർഷം വന്നിട്ടില്ല. അതേസമയം 2000 മുതൽ ഇത് കൂടുന്നുണ്ട്. 2000-ൽ ഇത് 10 പിന്നീട് അങ്ങോട്ട് 20 ഇങ്ങനെ 35 ഭൂചലനം. ഇന്ന് നമുക്കറിയാം ഇതിപ്പോ 2008 വരെ ഉള്ളു. എനിക്ക് തോന്നുന്നു ഇതൊരു കഴിഞ്ഞ ഒരു 6 മാസത്തെ മറ്റാണ് ഈ ഗ്രാഫ്. ഏകദേശം 140 6.5-ൽ കൂടുതലുള്ള 140 ഭൂചലനങ്ങൾ ഭൂമിയുടെ പല ഭാഗത്തായിട്ടുണ്ടായിരിക്കുന്നത് യേശുക്രിസ്തു മുൻപേ പറഞ്ഞതാണ്. ദർ വിൽ ബി ഫാമിൻസ് ആൻഡ് എർത്ത്ക്വേക്സ്. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുമെങ്കിലും അത് ഈറ്റുനോവിന്റെ ആരംഭം അത്ര. എന്താണ് ഈറ്റുനോവിന്റെ പ്രത്യേകത? എന്താണ്? ഇത് സൈക്ലിക്കൽ പെയിൻ ആണ്. കുറേശ്ശെ ആയിട്ട് ഇത് കൂടിക്കൂടി വരും. ലോകത്ത് പ്രശ്നങ്ങളും ക്ഷാമം നമുക്കറിയാം. ഇന്ന് നമ്മുടെ ചുറ്റും ഓരോ വിലയൊക്കെ കൂടുമ്പോൾ നമ്മൾ പറയും മൻമോഹൻ സിംഗിന്റെ കുഴപ്പമാണ്, സോണിയാഗാന്ധിയുടെ, അങ്ങനൊന്നുമില്ല. ഇത് ജനസംഖ്യ അങ്ങോട്ട് പെരുകുന്നതനുസരിച്ച് ഇവിടെ കൃഷി കുറയുകയും കൂടെ ചെയ്യുമ്പോഴാണ് പട്ടിണി അങ്ങോട്ട്. ഇത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിനകത്ത് പെയിൽ ഹോഴ്സിനെ പറ്റി പറയുന്ന ഒരു പെയിൽ ഹോഴ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പട്ടിണി അങ്ങോട്ട് പോകും. അപ്പൊ അതിന്റെ ആദ്യമായിട്ട് നടക്കേണ്ട സംഭവങ്ങളാണ് ഇതെല്ലാം. ഈറ്റുനോവിന്റെ ആരംഭമാണ്. മത്തായിയുടെ സുവിശേഷം 25-നകത്ത് അതിനകത്ത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനകത്ത് അത് ഉപമയായിട്ട് പറയുന്നത് എന്താണ്? മണവാളന് വേണ്ടി ഒരുങ്ങിയിരുന്ന 10 കന്യകമാരുടെ, അതിനകത്ത് 5 ബുദ്ധിയുള്ള കന്യകമാരും 5 ബുദ്ധിയില്ലാത്ത കന്യകമാരുടെ കഥ പറഞ്ഞു. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് റാപ്ചറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. റാപ്ചറിനെ പറ്റി എന്താണ് റാപ്ചർ, മണവാളനുമായിട്ടുള്ള കഥ എന്ന് മനസ്സിലാകാൻ വേണ്ടി ആണ് ഇത് പറയുന്നത്. ഇസ്രായേലിലെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും കൂടെ പോയി അവര് പെണ്ണിനെ കണ്ടേച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനമായിട്ട് ഏറ്റവും മാക്സിമം സ്ത്രീധനം പെണ്ണിന് കൊടുക്കും. എന്നിട്ട് അവരൊരു കവനന്റ് സൈൻ ചെയ്യും. അതൊരു വെർച്വൽ ഒരു എഗ്രിമെന്റ് ആണ്. ഇന്നും അങ്ങനെയാണ് യഹൂദന്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. പെണ്ണും ചെറുക്കനോട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തേച്ച് അവര് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു വീഞ്ഞ് കുടിച്ചേച്ച് ആ വീഞ്ഞ് പകുതി വീഞ്ഞ് മണവാളം കുടിച്ചേച്ച് മണവാട്ടിക്ക് കൊടുക്കും. എന്നിട്ടും ആ ഗ്ലാസ് താഴെയിട്ട് മണവാളനും മണവാട്ടിയും കൂടെ അത് ചവിട്ടി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെയാണ് അവരുടെ കവനന്റ് തുടങ്ങുന്നത്. ഇത് തന്നെയാണ് യേശുക്രിസ്തുവും നമുക്കിവിടെ നമുക്കറിയാം. അന്ത്യസമയത്ത് അത്താഴ സമയത്ത് ഒരു വീഞ്ഞ് തന്നത്, ആ വീഞ്ഞൊക്കെ അതിന്റെ റെപ്രസെന്റ് എന്താണ്? യേശുക്രിസ്തു നമ്മുടെ മണവാളനാണ്. അപ്പോൾ മണവാളന് എന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മണവാളൻ പെണ്ണ് കണ്ടേച്ച് മണവാളൻ അങ്ങോട്ട് തിരിച്ചങ്ങ്
അപ്പനുമായിട്ട് തിരിച്ചു പോയിട്ട് അവിടെ ചെന്ന് മണവാളിനൊരു അപ്പന്റെ ഭവനത്തിനോട് കൂടി ചേർന്നൊരു റൂം എക്സ്ട്രാ പിടിക്കും. ബ്രൈഡൽ ചേംബർ എന്ന് പറയും. ആ റൂം മണവാളിനും മണവാട്ടിക്കും വേണ്ടിയുള്ള റൂം അങ്ങോട്ട് പണിയും അവിടെ. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞ് ഏത് സമയത്ത് വേണം മണവാളിന് തിരിച്ചു വന്ന് ഈ ബ്രൈഡുമായിട്ട് തിരിച്ചു പോകാം. അപ്പൊ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടി അപ്പോൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുക്കത്തോടെ ഇരിക്കും. എല്ലാം പോയി ഡ്രസ്സും ഒക്കെ എടുത്ത് ഏത് സമയത്തും മണവാളം വരും. യഹൂദന്റെ വിവാഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ഒരു മാരേജ് ആണ്. അതായത് മണവാട്ടി അറിയത്തില്ല, അത് മണവാട്ടി അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആണ് അവിടുത്തെ ഒരു വിവാഹത്തിന്റെ പ്രത്യേകത. അത് വളരെ റൊമാൻറ്റിക് ആയതുകൊണ്ടാണ്. അതായത് അബ്ഡക്റ്റ് മോഷ്ടിച്ചുകൊണ്ട് പോകാനും മാത്രം നല്ല അത്ര വിലയേറിയതാണ് മണവാട്ടി എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് അവർ അന്ന് കാലത്ത് അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ മണവാളൻ ഇവിടെ വീട് പണിയും, ഒരു സൈഡ് വീട് പണിയും. മണവാളന്റെ പിതാവ് ഈ വീട് പണിയുടെ മേൽനോട്ടം വഹിക്കും. പിതാവ് പറയാതെ പുത്രന് ഒരിക്കലും ഇത് പോകത്തില്ല. അപ്പൊ ഈ പിതാവ് എന്ന് തോന്നുകയാണ് ഓക്കെ എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് എന്ന് തോന്നുമ്പോൾ പിതാവ് പറയും ഓക്കെ ഗോ ആൻഡ് ഗെറ്റ് ദ ബ്രൈഡ് എന്ന് പറയും. അപ്പൊ എന്താ ചെയ്യുന്നത്, മണവാളന്റെ കൂടെ കുറെ തോഴമ്മക്കാരും കൂടെ പോയിട്ട് രാത്രിയിലാണ് പോകുന്നത്. അവര് അപ്പൊ 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മുതൽ ഈ മണവാട്ടിക്കറിയാം ഏകദേശം വരാനുള്ള സമയമൊക്കെ അടുത്തിരിക്കുന്ന പറയുമ്പോൾ മണവാട്ടി മൂടുപടവും അതുപോലുള്ള ഗൗണും എല്ലാം എടുത്ത് റെഡി ആയിട്ട് മണവാട്ടി ഇരിക്കും. മണവാട്ടിയുടെ കുറെ തോഴിമാരും ഒക്കെ എപ്പോഴും റെഡിയാണ്. അപ്പൊ ആ തോഴിമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാത്രിയിലാണ് മണവാളൻ വരുന്നതുകൊണ്ട് അവരെപ്പോഴും ഒരു വിളക്കും ആ വിളക്കിനകത്ത് എണ്ണയും ഒക്കെ ആയിട്ട് അവര് എപ്പോഴും റെഡിനെസ് കാണിക്കും. മണവാളൻ വരുമ്പോൾ ദൂരെ നിന്ന് ഒരാള് ഷൗട്ട് ചെയ്യും, മണവാളൻ വരുന്നു എന്ന് ഷൗട്ട് ചെയ്യും. അതാണ് ഇതിനകത്ത് യേശുക്രിസ്തു പറഞ്ഞത്, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടാകും. ഇത് തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത നാഴിയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അന്ത്യകാഹളം, ആ കാഹളത്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം കൂടെ 5-10 മിനിറ്റിനുള്ളിൽ മണവാളൻ വരുന്നു മണവാട്ടിയുമായിട്ട്. അപ്പം മണവാളന്റെ അന്ന് അഗ്രിമെന്റ് എഴുതി മണവാളനാണോ എന്ന് നോക്കുന്നു. മണവാളനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞ ഈ വിവാഹ പാർട്ടി ഇവരുടെ കൂടെ പോവുകയാണ്. എന്നിട്ട് വിവാഹ പാർട്ടി പോയിട്ട് കഴിഞ്ഞിട്ട് ഈ മണവാളനും മണവാട്ടിയും കൂടെ അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ആ റൂമിൽ 7 ദിവസം ഇവരതിനകത്തായിരിക്കും. അതാണ് ബ്രൈഡൽ ചേംബർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ പോകുന്നു, അവിടെ അനേക ഭവനങ്ങളുണ്ട്, ഞാൻ പോയിരിക്കുന്നിടത്തോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന അതെല്ലാം ഇതിന്റെ യഹൂദന്റെ വിവാഹവുമായിട്ടുള്ള അനുബന്ധിച്ചുള്ള കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടേണ്ട. എന്തെന്ന് സ്ത്രീധനം ഓൾറെഡി നമ്മുടെ കൈ തന്നേച്ചാ പോയിരിക്കുന്നത്. ഏറ്റവും വിലയേറിയ സ്ത്രീധനം എന്താ? തന്റെ ജീവനെ തന്നെയാണ് നമുക്ക് തന്നേച്ചു പോയ, രക്തത്താലാണ് നമ്മളെ വിലക്കെടുക്കപ്പെട്ട സ്ത്രീധനം. അങ്ങനെ മണവാളൻ പോയിട്ട് ഏത് നിമിഷവും പോയിട്ട് തിരിച്ചു വരും. ഒരുങ്ങിയിരുന്നാ മതി. എന്നിട്ട് മണവാളൻ നമ്മളുമായിട്ട് പോയിട്ട് 7 വർഷം നമ്മള് അപ്പൊ 7 ദിവസം മണവാളനും മണവാട്ടിയും കൂടെ ബ്രൈഡൽ ചേംബറിനകത്തായിരിക്കും. അന്നേരം അവർ നോർമലി പുറത്ത് വരികയല്ല, അവർക്ക് വേണ്ടിയുള്ള ഫുഡും എല്ലാം കാണും. മണവാളന്റെ ഒരു ബെസ്റ്റ് മാൻ മാത്രം മണവാളനുമായിട്ട് ഒരു കിളിവാതിൽ തുറന്ന് സംസാരിക്കും. ഇത് ബൈബിളിനകത്ത് പലയിടത്തും ഇതിനെപ്പറ്റിയുള്ള സൂചനകളുണ്ട്. അന്നേരം അത് കഴിഞ്ഞ് 7-ാം പൊക്കമാണ് തിരിച്ചിറങ്ങി വരുന്നത്. അപ്പൊ ഈ 7 ദിവസത്തിനുള്ളിൽ അവിടെ നിന്നും വിരുന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എങ്ങനെ ഒരു വിരുന്ന് ദിവസമാണ് 3-ാമത്തെ ദിവസമാണ് അവിടെ ആദ്യത്തെ അത്ഭുതമായ വീഞ്ഞുണ്ടാക്കിയത് യേശുക്രിസ്തു, അറിയാമല്ലോ അല്ലെ? അത് 3-ാമത്തെ ദിവസമായിരുന്നു. അതായത് യഹൂദന്റെ വിവാഹം 7 ദിവസത്തെ 3-ാമത്തെ ദിവസമായിരുന്നു യേശുക്രിസ്തു അവിടെ ചെന്ന് വിവാഹത്തിന് വീഞ്ഞുണ്ടാക്കിയതുമൊക്കെ. അപ്പൊ ഈ 7 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് ഇവിടെ സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞ് കുറഞ്ഞത് 7 വർഷമേലും ഇവിടെ മുകളില് അവിടെ മണവാട്ടിയുമായിട്ട് ബ്രൈഡൽ ചേംബറിനകത്തായിരിക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ഭൂമിയിൽ അന്നേരം ഇവിടെ പ്രശ്നങ്ങളായിരിക്കും. മുകളിൽ കെട്ട് നടക്കുമ്പോൾ ഇവിടെ താഴെ മിക്കവാറും പ്രശ്നങ്ങളും അടിയും പിടിയും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണവാളൻ തിരിച്ച് വെളിയിൽ ഇറങ്ങി വന്നേച്ച് അന്നാണ് ആദ്യമായിട്ട് നാട്ടുകാർ മണവാട്ടിയെ കാണുന്നത്. വെയിലും മാറ്റും. അങ്ങനെ ഇതെല്ലാം റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ മുഖംമൂടി എടുത്ത് തിരിച്ച് മണവാട്ടി വെളിയിൽ ഇറങ്ങി വന്നേച്ച് മണവാട്ടിയുടെ വീട്ടിലോട്ട് തിരിച്ചു വരും. അതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒലിവുമലയിൽ യേശുക്രിസ്തുവിന്റെ പാദങ്ങൾ വരുന്നതെന്ന്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങി. ഇത് 2-ാമത്തെ വരവാണ്. ഈ ഒലിവുമല നമ്മളെ കൊണ്ടുവരാൻ വരുന്നത് ആക്ച്വലി നമ്മൾ മധ്യാകാശത്തിൽ നമ്മൾ എടുക്കപ്പെടുകയാണ്. മണവാട്ടി അവിടെ ആയിട്ട് 7 കൊല്ലം ഇവിടെ മഹോദരപകാലത്ത് നമ്മളെ കാക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഇത് ഈ 2-ാമത്തെ വരവ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് യഹൂദന് വേണ്ടിയുള്ള വരവാണ്. യഹൂദനും അന്നേരം ഈ 7 കൊല്ലം യഹൂദനുമായിട്ട് ഒരു ഭയങ്കര യുദ്ധമാണ്. ലോകത്തിലെ സകല രാജ്യങ്ങളും 3-ാം മഹായുദ്ധം നടക്കുമെന്നും ഈ സകല രാജ്യങ്ങളും യഹൂദനെ
കൊന്നൊടുക്കുമെന്നും വളരെ 2 ജനം മരിച്ചു പോകുന്നുള്ള സക്കറിയായുടെ ലേഖനത്തിൽ പ്രവചനമുണ്ട്. ഈ 2 ജനം മരിക്കുകയും അവര് ഇനിയെങ്കിലും ഞങ്ങൾ നോക്കി പാർത്തിരുന്ന മെശിഹായ്ക്ക് വേണ്ടി അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി കരഞ്ഞ് നിലവിളിക്കുമ്പോൾ, അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. അത് യഹൂദനോട് പറഞ്ഞു. അതായത് ഇത് കണ്ടീഷണൽ വരവാണ്, മനസ്സിലാക്കുക. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പറയുവോളം ഞാൻ തിരിച്ചു വരികയില്ല. അതേസമയം മണവാട്ടിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് കള്ളനെ പോലെ വരും. അതേസമയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം, അതായത് യഹൂദനെ ദൈവം ഇവിടെ തിരിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെ എസെക്കിയേൽ പ്രവചനത്തിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഒരുക്കിയിട്ട് വേണം. 2 ജനം മരിച്ചു പോകും, ബാക്കി കുറച്ചു പേര്, ഒരു ശേഷിപ്പ് മാത്രം മടങ്ങി വരും. ഈ ശേഷിപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഒലിവുമലയിൽ വന്നിച്ച്. പിന്നെ ഇവിടെ യുദ്ധങ്ങളാണ്. യേശുക്രിസ്തു യെശയ്യാപ്രവചനത്തിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടും കിടക്കുന്ന സകല രാജ്യങ്ങളുമായിട്ട് യേശുക്രിസ്തുവാണ് യുദ്ധം ചെയ്യുന്നത്. അതാണ് ശരിക്കും രണ്ടാമത്തെ വരവ്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകും. നമ്മൾ വായിച്ചു പോകുമ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ. അതുകൊണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യം ചോദിച്ചത് തന്നെ നമ്മൾ ആദ്യം കണ്ടു. ചോദ്യം ചോദിച്ച് നിന്റെ രണ്ടാമത്തെ ഇതെപ്പോൾ, യെരുശലേമിന്റെ തകർച്ച എപ്പോൾ അപ്പൊ യെരുശലേമിന്റെ ഇനി ഒരു യെരുശലേമിന്റെ അമ്പലം പണിയുകയും അത് തകർക്കപ്പെടുകയും ചെയ്യും. അതിന്റെ അവസാനം 3.5 കൊല്ലം കഴിഞ്ഞ് ഒരു വരവൂടുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത. അതുകൊണ്ടാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ. മനസ്സിലാകുക, യേശുക്രിസ്തു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ അവർ കുറ്റമേറ്റ് പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ഹോശേയ 5:10. അതായത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരെ, ഇവര് ഞങ്ങൾക്ക് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു വിട്ട ആൾക്കാര്, അവർ കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. അങ്ങനെ അവർ അന്വേഷിച്ച് കഴിയുമ്പോഴേ ഞാൻ തിരിച്ചു വരുവാ എന്നുള്ള വചനം വളരെ വ്യക്തമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, യഹൂദന് ആദ്യം സംഭവിച്ചത് അവർ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വായിച്ചാൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് യഹൂദന് മനസ്സിലാകാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ദൈവം അവരെ ശപിച്ചിരുന്നു. രണ്ടാമത് യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് ദിവസം വായിച്ചു വരുന്ന പ്രവചന പുസ്തകങ്ങളെയോ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അതായത് ഇവർക്ക് അന്ന് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പള്ളിയിൽ ശബത്ത് ദിവസം, അതായത് ശനിയാഴ്ച മാത്രം വായിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്നാണ് അവർക്ക് മനസ്സിലായിരുന്നത്. അതേസമയം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ 5 or 6 ബൈബിളും ഒക്കെ ഉണ്ട്. ഇത് വായിച്ച് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് അന്ന് 11 ലക്ഷം പേരെയാണ് ദൈവം ശിക്ഷയ്ക്ക് എഴുതിയതെങ്കിൽ നമ്മളെ ദൈവം വെറുതെ വിടുകയില്ല. ഒന്ന് ഓർത്തോണം. ഇപ്പൊ ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഞങ്ങളോട് തിരുമേനിയോ അച്ഛനോ ഒന്നും പറഞ്ഞില്ലെന്നൊക്കെ നിങ്ങൾ ഓർക്കും. അങ്ങനെ നിങ്ങൾ ഓർക്കരുത്. നിങ്ങൾ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇത്രയും നാളത്തുള്ള ചരിത്രം കണ്ടിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവ് എന്നെ പോലുള്ള മോശന്മാരെയാണ് അതിന് ദൈവം തെരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനെ പറ്റി പറഞ്ഞത് അവരുടെ ഹൈറാർക്കി അനുസരിച്ച് പറയുകയാണെങ്കിൽ തിരുമേനിയോ മഹാപുരോഹിതനോടോ അല്ല ചെന്ന് പറഞ്ഞു, വെറും ആട്ടിടയന്മാരോടാ ചെന്ന് പറഞ്ഞു. അതെന്തോ കാര്യം? ബൈബിളിൽ തന്നെ പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ മോശമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് വലിയ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കൺവിൻസ് ആവും ഒരുപക്ഷെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും, ദൈവം വളരെ ഒന്നും അല്ലാത്ത ആൾക്കാരെയാണ് ഇങ്ങനെയുള്ള ചില പ്രവചനങ്ങൾ പറയാൻ വേണ്ടി ദൈവം നിയോഗിക്കുന്നുള്ള ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നതുകൊണ്ട് നിങ്ങൾ നിവർന്ന് തല പൊക്കുവേൻ. ഇത് നവീന സഭകളുടെ പഠിപ്പീരാണെന്നൊക്കെ വളരെ തെറ്റായ ഒരു ആശയമുണ്ട്. ഇത് നമ്മുടെ പഠിപ്പീരല്ല, ഇത് നവീന സഭ ഒരിക്കലുമല്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കുർബാനയിൽ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുർബാനയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ സ്പൂണും സ്പോഞ്ചും കണ്ടു. ഈ സ്പൂണ് നമുക്കറിയാം, യെശയ്യാ പ്രവചനത്തിനകത്ത് യെശയ്യാവിന് തീക്കട്ട കൊടുത്ത് അതിനെ പ്രതിനിധീകരിക്കുന്ന ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വെള്ള സിംഹാസനത്തെ അത് കാണിക്കുന്ന പുറകോട്ട് ഇങ്ങനെ കാണിക്കുന്ന പെട്ടെന്നുള്ള വരവിനെയാണ് കാണിക്കുന്നത്. അതേസമയം കാസായും പീലാസായും എടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവുമലയിലെ വരവിനെ പറ്റിയാണെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇത് നവീന സഭകൾ കഴിഞ്ഞ 300 കൊല്ലം മുന്നേ ഇത് പഠിപ്പിച്ചുണ്ടാക്കിയെന്നാണ്. ഇത് വളരെ തെറ്റായിട്ടുള്ള പഠിപ്പീരാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാം മേൽക്കായ ദൈവത്തോടായി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇത് പിതാക്കന്മാർ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ 5-ാം തുബ്ദയനിൽ ഓർപ്പിക്കുന്ന മാർ എഫ്രൈം എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓൾ ദ സെയിൻസ് ആൻഡ് ഇലക്ട് ഓഫ് ഗോഡ് ആർ ഗ്യാതേർഡ് ടുഗദർ
before the tribulation which is to come, and are taken to the Lord, in order that they may not see at any time the confusion which overwhelms the world because of our sins. അതായത് 7 കൊല്ലം വരുവാനിരിക്കുന്ന ഈ കൺഫ്യൂഷനിലും പീഡനങ്ങളിലും കൂടെ സഭ കടന്നു പോകേണ്ട, the Lord will say, all the saints and elect of God are gathered together. അതായത് ഒന്നിച്ച് ഇവരെ കൂട്ടി ഇവരെ മാറ്റുമെന്നുള്ളത് മാർ എഫ്രൈം അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയിട്ട് നമുക്ക് നമ്മുടെ തന്നെ വില അറിയാൻ മേലാതെ ഒരു അവസരമായിപ്പോയി. മാർ എഫ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അനേക നമ്മുടെ തുബ്ദയിലൊക്കെ ചൊല്ലുന്ന അനേക പാട്ടുകളൊക്കെ ഇദ്ദേഹം എഴുതിയാണ്. ഇദ്ദേഹം എഴുതിയ അനേക കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു കഴിഞ്ഞ ഒരു 50 വർഷത്തിലുള്ള സ്കോളേഴ്സ് അതിനെ തർജ്ജമ ചെയ്ത് സിറിയക് ലാംഗ്വേജിൽ തർജ്ജമ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ വചനം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാണ്. ഇത് നമ്മുടെ അന്ത്യോക്യ എന്ന് അയച്ചതാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വി ആർ ലിവിങ് ഇൻ ദ ട്രിബുലന്റ് വേൾഡ് ഇൻ വിച്ച് ദർ ആർ ലോട്ട് ഓഫ് ന്യൂസ് അബൌട്ട് വാർസ് ആൻഡ് റൂമേഴ്സ് ആർ. ഇത് നമ്മുടെ പാത്രിക്കീസ് ബാബ ഓൾറെഡി അവിടെ നിന്ന് കൽപ്പനയായിട്ട് എഴുതി. നമ്മുടെ പള്ളികൾ വായിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, ഞാനിത് അവരുടെ ഫേസ്ബുക്ക് സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അതായത് ജാതിയോട് എതിർക്കും എന്നുള്ള പ്രവചനം ഓൾറെഡി പാത്രിക്കീസ് ബാബയൊക്കെ ഇത് അവർക്കറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിറിയയിലെ ഇപ്പോൾ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്, ആഭ്യന്തര യുദ്ധം. അത് യെശയ്യാ പ്രവചനത്തിന്റെ 17:3 പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇവര് താമസിച്ചുകൊണ്ടിരുന്ന ഡെമസ്കോസിൽ നിന്ന് അവർ ഓൾറെഡി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊക്കെ അവർക്കറിയാം ഇതൊക്കെ നടക്കും. നമ്മൾ ഒരുങ്ങേണ്ടവർക്കെല്ലാം ഒരുങ്ങാൻ സമയമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ട്രഡീഷൻസ് ഇത് പഠിപ്പിക്കുന്നില്ലെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ട്രഡീഷൻസ് അല്ല നമ്മൾ എന്താണ് നോക്കേണ്ടതെന്നുള്ളത് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ട്രഡീഷൻസ് അല്ലാതെ ബൈബിളിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ട്രഡീഷൻസ് ആണ് പൗലോസിന്റെ ലേഖനങ്ങൾ. അതുകൂടാതെ വേറെ ആര് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.